ആക്ച്വലി നമ്മൾ ഒരു വർഷം കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് എന്തെങ്കിലും വേണ്ടിയിരുന്നില്ല എന്ന് തോന്നിയതോ, ഇനി അതല്ല എനിക്ക് എന്തെങ്കിലും അഡീഷണൽ ആയിട്ട് വേണ്ടത് എന്ന് തോന്നിയതോ, അതിലപ്പുറം ഇതിനകത്ത് നമ്മൾ ഉപയോഗിച്ച എന്തെങ്കിലും ഗുണങ്ങൾ, അതിനപ്പുറം ഇതിൻ്റെ ദോഷങ്ങൾ, ഇതെല്ലാം വൃത്തിയായിട്ട് വ്യക്തമായിട്ട് പറഞ്ഞുകൊണ്ടുള്ള ഒരു വീഡിയോ ആയിരിക്കും ഇന്ന് ആനന്ദത്തിൽ. നമസ്കാരം, എല്ലാ പ്രിയപ്പെട്ടവർക്കും ഓണാശംസകൾ. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത്, കഴിഞ്ഞ ദിവസം ഞാൻ നമ്മുടെ കമ്മ്യൂണിറ്റി ടാബിൽ ഇട്ടിരുന്നു, നമ്മുടെ വീട് ഇപ്പോൾ ചെയ്തു കഴിഞ്ഞിട്ട് കയറിത്താമസം കഴിഞ്ഞിട്ട് ഏതാണ്ട് 1 വർഷവും 4 മാസവും കഴിഞ്ഞിരിക്കുന്നു. കഴിഞ്ഞ ജൂൺ 10-ാം തീയതി ആയിരുന്നു ഇത്, ഈ ഊണല്ല, കഴിഞ്ഞ ജൂൺ 10-ാം തീയതി. അപ്പോൾ അത് കഴിഞ്ഞിട്ട് 1 വർഷം കഴിഞ്ഞിട്ട് ഞാനിതിൻ്റെ ഒരു റിവ്യൂ, ഒരു ജെന്യൂൻ ആയിട്ടുള്ള റിവ്യൂ ഇടണം എന്ന് വിചാരിച്ചിരുന്നു. ഒരു കമ്മ്യൂണിറ്റി ടാബിൽ നമ്മൾ ഇട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് എല്ലാവരും പറഞ്ഞു അത് വേണം, വളരെ ജെന്യൂൻ ആയിട്ടുള്ള ഒരു റിവ്യൂ ആണെന്നുള്ളതാണ്. ഇന്ന് ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നത് അങ്ങനെ ജെന്യൂൻ ആയിട്ടുള്ള ഒരു റിവ്യൂ ആണ്. ആക്ച്വലി നമ്മൾ 1 വർഷം കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് എന്തെങ്കിലും വേണ്ടിയിരുന്നില്ല എന്ന് തോന്നിയതോ, ഇനി അതല്ല എനിക്ക് എന്തെങ്കിലും അഡീഷണൽ ആയിട്ട് വേണ്ടത് എന്ന് തോന്നിയതോ, അതിലപ്പുറം ഇതിനകത്ത് നമ്മൾ ഉപയോഗിച്ച എന്തെങ്കിലും ഗുണങ്ങൾ, അതിനപ്പുറം ഇതിൻ്റെ ദോഷങ്ങൾ, ഇതെല്ലാം വൃത്തിയായിട്ട് വ്യക്തമായിട്ട് പറഞ്ഞുകൊണ്ടുള്ള ഒരു വീഡിയോ ആയിരിക്കും ഇന്ന് ആനന്ദത്തിൻ്റെ. അപ്പോൾ ഒരിക്കൽ കൂടി നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീട് അല്ല, ഞങ്ങളുടെ വീട് ആനന്ദത്തിലേക്ക് സ്വാഗതം. ഔട്ട് ഓഫ് സിലബസിൽ സ്റ്റാർട്ട് ചെയ്യാം. ഇത് അളിയൻ തന്ന ഓണക്കോടിയാണ് കേട്ടോ. ഡ്രസ്സ് എങ്ങനെയുണ്ടെന്ന് പറയും. ഈ വീട് കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്ന എൻ്റെ സുഹൃത്തായിട്ടുള്ള കൃഷ്ണകുമാർ, അദ്ദേഹത്തിൻ്റെ ഒറാൻ സായി ബിൽഡേഴ്സ് ആണ്, എറണാകുളത്തുള്ള ഒറാൻ സായി ബിൽഡേഴ്സ് ആണ് കൺസ്ട്രക്ഷൻ പൂർണ്ണമായിട്ട് ചെയ്തിരിക്കുന്നത്. ഇൻറ്റീരിയർ ചെയ്തിരിക്കുന്നത് എൻ്റെ സുഹൃത്ത് തന്നെ ആഷയുടെ സ്പെക്ട്രോ ഡെക്കറാണ്, തൃശ്ശൂർ. അവരാണ് ഇൻറ്റീരിയർ പൂർണ്ണമായിട്ടും ചെയ്തിരിക്കുന്നത്. ഇത് വീടിനെക്കുറിച്ച് ആദ്യം കാണുന്നവർക്കായിട്ടൊരു ഇൻഫർമേഷൻ പറയാം. നമ്മുടെ ഈ സ്ഥലം എന്ന് പറഞ്ഞാൽ 12.5 സെൻറ്റാണ്. 12.5 സെൻറ്റിൽ നമ്മൾ 2230 സ്ക്വയർ ഫീറ്റിൽ 3 ബെഡ്റൂം വീടാണ് ചെയ്തിരിക്കുന്നത്. ഒരു അൾട്രാ കോണ്ടംപററി ലുക്കെന്നോ അൾട്രാ മോഡേൺ ലുക്കെന്നോ ഒക്കെ നിങ്ങൾക്ക് വിളിക്കാം. അപ്പോൾ നമുക്ക് ആദ്യം നമ്മുടെ ഗേറ്റിൽ നിന്ന് തുടങ്ങാം. ആദ്യം ഗേറ്റ് ഞാൻ അന്ന് അടച്ചിട്ട് ഓപ്പൺ ചെയ്യാം. അന്ന് തന്നെ നമ്മുടെ വീഡിയോയിൽ പറഞ്ഞിരുന്നു, ഇതൊരു ഓട്ടോമാറ്റിക് ഗേറ്റാണ് ചെയ്തിരിക്കുന്നത്. ഓട്ടോമാറ്റിക് ഗേറ്റ് എന്ന് പറയുമ്പോഴത്തേക്കും നോർമലി വന്നടയുന്ന ഗേറ്റുകൾ, ഇതിൻ്റെയൊക്കെ വീഡിയോ സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. ഞാനിവിടെ ചെയ്ത ആദ്യത്തെ സാധനം ഈ ഓട്ടോമാറ്റിക് ഗേറ്റ് ആയിരുന്നു. അതായത് നമ്മുടെ തുടക്ക ഗേറ്റ് ആയതുകൊണ്ട് ഗേറ്റിൽ നിന്ന് പറഞ്ഞു തുടങ്ങാം. നോർമലി GA-യിലാണ് ചെയ്തിരിക്കുന്നത്. എന്നിട്ട് എപ്പോക്സി പ്രൈമർ അടിച്ച് ഗ്രേ കളർ പെയിൻറ്റ് അടിച്ച് നമ്മുടെ വീടിൻ്റെ ആ കളറിനോട് അങ്ങനെ സിമിട്രി ആയിട്ട് ചെയ്തിരിക്കുകയാണ്. അതിൽ തന്നെ വീടിൻ്റെ ആ വെർട്ടിക്കൽ പർഗോളാസ് അതുപോലെ ഇതിലും വരാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. അതങ്ങനെ തന്നെ നമ്മൾ ചെയ്തിട്ടുമുണ്ട്. അങ്ങനെ ചെയ്തിരിക്കുന്ന ഇതെനിക്ക് ബെസ്റ്റായിട്ട് തോന്നിയ ഒന്നാണ്. കാര്യം നമുക്ക് ഇത്രയും ദൂരമുണ്ട് അവിടെ നിന്ന് ഇങ്ങോട്ട്. അതുകൊണ്ട് തന്നെ ഇതെനിക്ക് ചെയ്യണം എന്ന് തോന്നിയിരുന്നു. കാര്യം ഞാൻ ചിലപ്പോൾ ലേറ്റ് നൈറ്റ് വരും, അപ്പോൾ എനിക്ക് തന്നെ ആക്സസ് ചെയ്യാൻ പാകത്തിന് ഞാൻ ചെയ്തിട്ടുണ്ട്. അങ്ങനെയൊക്കെ ചെയ്തിരിക്കുന്ന ഒന്നാണ് ശരിക്കും ഈ പറഞ്ഞ ഗേറ്റ്. ഇനി അതല്ല, നമുക്ക് വീട്ടിലിരുന്ന് അകത്തും ചെയ്യാം, അതുപോലെ വെളിയിൽ നിന്ന് വരുന്ന ഒരാൾക്കും ചെയ്യാം. അപ്പോൾ എനിക്കത് ഗുണപ്പെട്ടിട്ടുള്ളൂ ഈ പ്രോഡക്റ്റ്. ഇനി നമ്മുടെ വീടിനുള്ളിലേക്ക് വന്നു കഴിഞ്ഞാൽ ആദ്യം ലാൻഡ്സ്കേപ്പിൽ നിന്ന് തുടങ്ങാം. നീളപ്പാടാണ് ഈ സ്ഥലം കിടക്കുന്നത്. ഒരു തട്ടായിട്ടുള്ള സ്ഥലമായിരുന്നു. നമ്മൾ മണ്ണ് തട്ടി മുന്നോട്ടിട്ടിട്ട് ഇച്ചിരി ഹൈറ്റിലാണ് ചെയ്തിരിക്കുന്നത്. വീതി, ഏറ്റവും മുമ്പിലത്തെ വീതി, ഏറ്റവും കൂടുതൽ വീതി മുൻപിലല്ല ബാക്കിലാണ്. മുൻപിലത്തെ വീതി പറയുകയാണെങ്കിൽ നമുക്ക് 13 മീറ്റർ വീതിയുണ്ട്. അതുപോലെ ഇവിടെ നോക്കുവാണെങ്കിൽ 30 മീറ്റർ നീളമുണ്ട് ഈ പറമ്പിന്. അവിടെയാണ് നമ്മൾ ഈ 2230 സ്ക്വയർ ഫീറ്റിൽ വീട് ചെയ്തിരിക്കുന്നത്. ഈ കിണറിൻ്റെ സ്ഥാനം മുൻപിൽ വന്നതുകൊണ്ട് മാത്രമാണ് നമ്മൾ വീട് ഇച്ചിരി പുറകോട്ട് പോയത്. അല്ലെങ്കിൽ നമ്മൾ കൃത്യമായിട്ട് നടുക്ക് വെക്കാമായിരുന്നു. ലാൻഡ്സ്കേപ്പിങ്ങിൽ ആദ്യം തന്നെ സ്റ്റോൺ പറയാം. സ്റ്റോണിൽ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബാംഗ്ലൂർ സ്റ്റോണാണ് ചെയ്തിരിക്കുന്നത്. ഈ ബാംഗ്ലൂർ സ്റ്റോണിൽ തന്നെ നമ്മൾ ഇടയ്ക്കൊന്നും പുല്ല് വെച്ചിട്ടില്ല. നിങ്ങൾക്ക് കാണാൻ സാധിക്കും, നമുക്കിവിടെ പായൽ പിടിച്ചിട്ടുണ്ട്. ഞാൻ ഇത് കഴിഞ്ഞിട്ട് കഴുകാനിട്ടിരിക്കുകയാണ്. കാര്യം പായൽ പിടിക്കും ഇങ്ങനെ വെച്ചിന്. പക്ഷേ അതേസമയം പുല്ല് വെക്കുകയാണെന്നുണ്ട് അതിനിടയ്ക്ക് മണ്ണ് കയറി ചെളി ഇളക്കി കളയാൻ ബുദ്ധിമുട്ടില്ല. അതുകൊണ്ടാണ് നമ്മൾ ശരിക്കും പറഞ്ഞാൽ പുല്ല് വെക്കാതെ ഇങ്ങനെ മാത്രം. ഇതാകുമ്പോൾ നമുക്ക് ക്ലീൻ ചെയ്യാനായിട്ട് എളുപ്പമുണ്ട്. ഈ ജെറ്റ് പമ്പ് എടുത്ത് നമുക്ക് ക്ലീൻ ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് ഈ പറഞ്ഞ സ്റ്റോൺ. അങ്ങനെയാണ് ഇവിടെ സ്റ്റോൺ ചെയ്തിരിക്കുന്നത്. സ്റ്റോൺ ചെയ്തിട്ട് നമുക്ക് ബാക്കിയുള്ള ഏരിയ ലോണാണ് ചെയ്തിരിക്കുന്നത്. ഇവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ നമുക്ക് ടെർമൈറ്റ് ആണ്. ഇവിടെയൊക്കെ നോക്ക്, ടെർമൈറ്റിൻ്റെ നിരന്തര ശല്യം. അതാണ് ഈ പറഞ്ഞ നമ്മളിവിടെ വെച്ചിരുന്നത് മുഴുവൻ ഈ പറഞ്ഞ നമ്മുടെ പേൾഗ്രാസ് ആയിരുന്നു. പേൾഗ്രാസ് പകുതിയിലധികവും നശിച്ചു പോയിട്ടുണ്ട്. അതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ചാൽ ഈ ടെർമൈറ്റിൻ്റെ ഇഷ്യൂ ആയിരുന്നു. നമുക്കിനി അടുത്ത ദിവസം ഞാൻ ഈ ലോൺ ഒന്ന് ഫേസ് ഓഫ് ചെയ്യാണ്, ഒന്ന് മാറ്റി ചെയ്യണം. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ നമ്മൾ ടെർമൈറ്റിനുള്ള മരുന്നൊക്കെ അടിച്ചിട്ട് വീണ്ടും സെപ്പറേറ്റ് ചെയ്യാനായിട്ട് നമ്മുടെ എന്താ പറയുന്ന ഒരു ലാൻഡ്സ്കേപ്പിംഗ് ടീമിനോട് ഞാൻ സംസാരിച്ചിട്ടുണ്ട്. എൻ്റെ സുഹൃത്ത് തന്നെയാണ് അരുൺ. അപ്പോൾ അങ്ങനെ 2 സൈഡിലും ഉണ്ട്. ഇപ്പോൾ ഈ ഇടയ്ക്ക് കഴിഞ്ഞ ദിവസം നമ്മുടെ ലോൺ ഒന്ന് വൃത്തിയാക്കിയതാണ്. ഇതെല്ലാം നല്ല കാട് പിടിച്ച് കിടക്കണം. നല്ല മണ്ണുമാണ്. അതുകൊണ്ട് തന്നെ വിഷമയമില്ലാത്ത മണ്ണ്. ഈ തൊട്ടാവാടി ചെടി വളരുന്ന മണ്ണുകളുണ്ടെന്ന് നിങ്ങൾ ശ്രദ്ധിച്ചു, അത് വിഷമയമില്ലാത്ത മണ്ണായിരിക്കും കേട്ടോ. ഇവിടെ നിങ്ങൾ നോക്കിക്കേ, ഞാനിത് വീഡിയോ എടുത്തതിന് ശേഷം വെക്കാനായിട്ട് വെച്ചാൽ
ഇതൊരു വണ്ടി 5000 കിലോ ഉള്ള ഒരു സാധനവും കൊണ്ടുവന്ന വണ്ടി വന്ന് കയറിയപ്പോഴത്തേക്ക് ഇരുന്നതാണ്. ഇനി ഇതെന്താക്കി, ഇത് ലിഫ്റ്റ് ചെയ്തിട്ട് ഇവിടെ റെഡിയാക്കി വെക്കണം, എന്നാൽ മാത്രമേ ശരി. അപ്പോൾ ഈ പറഞ്ഞ ബാംഗ്ലൂർ സ്റ്റോൺ ആയതുകൊണ്ടിട്ടാണ് ഇത് പൊട്ടാതിരുന്നത്. അല്ലെന്നുണ്ട് വേറെ ഏതെങ്കിലും ലോഡ് ബിയറിങ് താങ്ങാത്ത കല്ലാണെന്നുണ്ടെങ്കിൽ ഇത് വണ്ടയ്ക്ക് പൊട്ടിയിട്ടുണ്ടാകും. അപ്പോൾ അങ്ങനെ ഒരു ഗുണം ഉണ്ടായിട്ടുണ്ട് ബാംഗ്ലൂർ സ്റ്റോൺ ഉണ്ട്. പക്ഷേ ഇത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്കിത് വൃത്തിയാക്കാൻ പറ്റും, ഇത് നേരത്തെ രൂപത്തിലാക്കാൻ പറ്റും എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. ഇനി അടുത്തത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ നമ്മുടെ കാർ പോർച്ചാണ്. ഈ കാർ പോർച്ച് ഇപ്പോൾ കഴിഞ്ഞിട്ട് 1 കൊല്ലമായി. അപ്പോൾ ഈ കാർ പോർച്ച് നമ്മൾ ചെയ്തപ്പോഴത്തേക്കും പല ആൾക്കാരും പറഞ്ഞ ഒരു പ്രധാന പരാതി എന്താണെന്ന് വെച്ചാൽ വീടിൻ്റെ ആ ഷോ പോയി എന്നുള്ളതാണ്. പക്ഷേ നമുക്ക് വേറെ നിവൃത്തിയില്ല. കാര്യം കാർ ഇടാനായിട്ടുള്ള സൗകര്യം വേണം. അപ്പോൾ 2 കാർ ഇടാനുള്ള സൗകര്യം വെച്ചിട്ടാണ് ഞാനിപ്പോൾ ചെയ്തിരിക്കുന്നത്. കാർ ഇപ്പം മാറ്റി ഇട്ടിരിക്കുകയാണ്. ഒരു വണ്ടി എപ്പോൾ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഒരു കാറ് ബാക്കിയുള്ള ബൈക്കുകളൊക്കെ കയറി ഇരിക്കാൻ പാകത്തുള്ള സംവിധാനം, അല്ലെന്നുണ്ടെങ്കിൽ 2 കാർ ഈസി ആയിട്ട് ഇതിനകത്ത് കയറി കിടക്കും. നമ്മുടെ പ്രസീതി ചേട്ടൻ, നമ്മുടെ ക്യാമറ ഇപ്പോൾ എടുത്തുകൊണ്ടിരിക്കുന്ന അക്ഷയുടെ അച്ഛനാണ്, പ്രസീതി ചേട്ടനാണ് ഇത് ചെയ്തതെന്നും അതിൻ്റെ വിശദമായിട്ട് വിവരങ്ങൾ അതിൻ്റെ പ്രത്യേക വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് അത് കണ്ടാൽ മനസ്സിലായി അതിനെക്കുറിച്ച്. അതുകൊണ്ട് വിശദമായിട്ട് ഞാൻ പറയുന്നില്ല. പക്ഷേ ഇത് പുറത്തുനിന്ന് നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു ഷോ പോയിരിക്കുന്നത് കുറച്ചേ ഉണ്ടാവുള്ളൂ എന്ന് മനസ്സിലാവും. കാര്യം ആ ഒരു പ്ലേറ്റ് ഇങ്ങനെ പോയിരിക്കുന്നത് മാത്രമാണ് എനിക്കൊരു ഇതായിട്ട് തോന്നുന്നത്. അല്ലാതെ ഫുള്ളായിട്ടൊരു ഷോ പോയെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ നമുക്ക് സൗകര്യങ്ങൾ വീടിനുള്ളിലല്ലേ വേണ്ടത്. അതുകൊണ്ട് അതാണ് ഞാൻ കൂടുതൽ ശ്രദ്ധിച്ചിരിക്കുന്നത്. പിന്നെ പ്രധാനപ്പെട്ട കാര്യം, നമ്മുടെ വീടിലോട്ട് വന്നു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു ഒരു കോണ്ടംപററി വീടാണ്. പലരും ഇത് ചെയ്തപ്പോഴത്തേക്കും പറഞ്ഞൊരു പ്രധാന സംഗതി ഇത് പായൽ പിടിക്കും, പൂപ്പൽ പിടിക്കും, അങ്ങനെയുള്ള കാര്യങ്ങളായിരുന്നു. പക്ഷേ നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ സാധിക്കും ഒരല്പം പോലും പായലോ പൂപ്പലോ ഇപ്പോഴും അതിനകത്ത് പിടിച്ചിട്ടുണ്ടോ എന്ന് നോക്കിക്കോളൂ. ഞാൻ വീട് വെച്ചതിന് ശേഷം എത്രയോ വട്ടം മഴ പെയ്തു, അതിനുശേഷം വെയിൽ വന്നു, അതിൻ്റെ ഒരു തരത്തിലുള്ള പ്രശ്നങ്ങൾ ഇതിനകത്തുണ്ടായിട്ടില്ല. പിന്നെ മുകളിൽ നിന്ന് കുറച്ച് ചെളി ഇങ്ങനെ ഊറി ഇറങ്ങിയിട്ടുണ്ട്. അത് നമുക്ക് കഴുകിയ വൃത്തിയാവുന്ന കേസുള്ളൂ. അത് ഞങ്ങൾ നമുക്ക് കയ്യെത്തുന്ന രീതിയിൽ നമ്മൾ കഴുകിയിട്ടുണ്ട്. അല്ലാത്ത രീതിയിൽ ഞാൻ ഇതുവരെ ഇത് വാഷ് ചെയ്തിട്ടില്ല. പക്ഷേ വാഷ് ചെയ്യേണ്ടതാണ്, ഇത് കഴിഞ്ഞിട്ട് വാഷ് ചെയ്യാനായിട്ട് ഇരിക്കുന്നതാണ്. അതുകൊണ്ടാണ് ഞാനിത് പറഞ്ഞത്. പായലോ പൂപ്പലോ പിടിക്കില്ലാത്തൊരു പെയിൻ്റാണ് ആർഡക്സ് എൻഡ്യൂറ എന്ന് ഞാനന്ന് പറഞ്ഞിരുന്നു. അതെനിക്ക് നല്ലൊരു തീരുമാനമായിട്ട് വന്നു. ആർഡക്സ് എൻഡ്യൂറ പെയിൻറ്റ് എത്രമാത്രം ഗുണപ്പെട്ടു എന്നുള്ളത് ഈ ഒരു സംഗതി നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലായി. ഇത് നമ്മൾ സാധാ പെയിൻ്റ് അടിച്ചിരിക്കുന്നത് ഈ ഒരു കിണറിൻ്റെ ഈ ഒരു മതിലേൽ, അവിടെയാണ് നമ്മുടെ ആനന്ദം എന്ന് എഴുതി വെച്ചിരിക്കുന്ന ആ ഒരു എപ്പോക്സി വുഡിൽ എപ്പോക്സി ചെയ്തിരിക്കുന്നത്. അതിൻ്റെ മുകളിലൊക്കെ നമുക്ക് പായൽ വ്യക്തമായിട്ട് വൃത്തിയായിട്ട് കാണാൻ സാധിക്കും. അതേസമയം നമ്മുടെ വീട്ടിലേക്ക് വരുമ്പോഴത്തേക്ക് ആ പായലോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും കാണാൻ സാധിക്കത്തില്ല. അതിൻ്റെ റീസൺ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന പെയിൻ്റാണ്. ആർഡക്സ് എൻഡ്യൂറ പെയിൻറ്റ് ഞാനിപ്പോൾ 1 വർഷമായിട്ട് ഉപയോഗിക്കുന്നു. ഞാൻ അന്നും പറഞ്ഞിരുന്നത് ഒരു അടിപൊളി പ്രോഡക്റ്റ് ആണെന്നുള്ളത്. ഇന്നും പറയുന്നു ഇതൊരു ബെസ്റ്റ് മെറ്റീരിയലാണ് വീട് ചെയ്യുമ്പോഴത്തേക്കും. പക്ഷേ ഒരൊറ്റ പ്രശ്നം, ഇതിൻ്റെ റേറ്റ് സ്ക്വയർ ഫീറ്റിൽ 70 രൂപയാണ്. അതായത് സാധാരണ ഒരു വീട് ചെയ്യുമ്പോൾ പുട്ടിയിട്ടൊക്കെ പെയിൻറ്റ് ചെയ്യുമ്പോൾ നമുക്ക് വരുന്ന 35 രൂപ തൊട്ട് 40 രൂപ വരെ എന്നുള്ളിടത്ത് നമുക്ക് 30 രൂപ എക്സ്ട്രാ ചിലവാകും ഈ ഒരു പെയിൻറ്റിന്. അത് മാത്രമാണ് ഇതിൻ്റെ ഒരു എന്താ പറയുന്നത് പ്രൈസ് വൈസിലുള്ള ഒരു പോരായ്മയായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇവിടെ നമ്മുടെ കലാത്തിയ പ്ലാന്റ് വെച്ചിട്ടുണ്ട്. കലാത്തിയ പ്ലാന്റ് വല്ലാതെ വളർന്നു. ഇതിന് വെയിൽ കിട്ടണം, വെയിൽ കിട്ടിയില്ലെന്നുണ്ടെങ്കിൽ ഇതുപോലെ വളരും. അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ സൺഷെയ്ഡിനുള്ളിലാണ് നിൽക്കുന്നത്. അതുകൊണ്ടാണ് ഇത്രയും വളർച്ച വന്നിരിക്കുന്നത്. ഇവിടെ നമ്മുടെ എന്താ പറയുന്നത് മുറായി ഉണ്ട്, മുറായി ചെറിയത്. അപ്പോൾ അത് നമ്മൾ ഈ ഇടയ്ക്ക് കൊണ്ട് വൃത്തിയാക്കിയതാണ്. നമ്മുടെ എന്താ പറയുന്നത് അവർ ലാൻഡ്സ്കേപ്പേഴ്സ് അവർ വന്നിട്ട് അവർ വൃത്തിയാക്കി ചെയ്തിരിക്കുന്ന ലാൻഡ്സ്കേപ്പിംഗ് മൊത്തം അവരാണ് ചെയ്തത്. അങ്ങനെ ചെയ്തിരിക്കുന്നു. നമ്മുടെ കല്ല് സ്റ്റോൺ ചെയ്ത എഡ്ജ് ആയിരുന്നേ, നമ്മുടെ നാദൃശയുടെ എഡ്ജ് ലാൻഡ്സ്കേപ്പിൽ നിന്നാണ് കല്ല് ചെയ്തത്. ഫൈക്കസ് നിങ്ങളെല്ലാവരും ഇത് ഉള്ളിലല്ലേ കണ്ടിട്ടുള്ളത്. ഈ സാധനം എടുത്ത് പുറത്ത് വയ്ക്കേണ്ടി വന്നു. അത് എന്തുകൊണ്ടാണെന്നുള്ളത് ഞാൻ ഉള്ളിൽ വരുമ്പോഴത്തേക്കും പറയാം. കാര്യം ബുദ്ധൻ ഇരിക്കുന്ന സ്ഥലത്ത് ബുദ്ധൻ ഇരുന്നത് ഇവിടെയായിരുന്നു. പക്ഷേ ഉള്ളിലത്തെ ആ ഒരു വെളിച്ചത്തിൻ്റെ എന്താ പറയുന്നത് ഇൻഎഫിഷ്യൻസി കാരണം നമുക്കത് പുറത്തോട്ട് കൊണ്ടുവരേണ്ടി വന്നു. വെള്ളവും വെളിച്ചവും നല്ലോണം വേണം ഈ പ്രോഡക്റ്റിന്, അല്ലെന്നുണ്ടെങ്കിൽ നമുക്കിത് വലിയ ബുദ്ധിമുട്ടാവും. അങ്ങനെ വെള്ളവും വെളിച്ചവും കൊടുക്കാൻ പറ്റാത്തതുകൊണ്ടാണ് ഇത് പുറത്തോട്ട് വീണ്ടും വന്നത്. വെള്ളവും വെളിച്ചവും കൊടുക്കുന്ന രീതിയിൽ നിങ്ങൾക്ക് വീട്ടിൽ ഒരു സംവിധാനം അകത്തുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഇതിന് ഉള്ളിൽ വയ്ക്കാം. അല്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇത് പുറത്ത് തന്നെ വയ്ക്കാം. വെളിച്ചം അതുപോലെ തന്നെ വെള്ളം, ഈ 2 സാധനം ധാരാളം വേണം. അങ്ങനെ ഈ ഇടയ്ക്ക് ഇത് വൃത്തിയാക്കി വെട്ടി ഒതുക്കി നിർത്തിയിരിക്കുന്നതാണ് ഇത്. പിന്നെ നമ്മളിവിടെ ചെയ്തിരിക്കുന്ന ആ ഒരു എന്താ പറയുന്നത് മുള, നിങ്ങൾ കണ്ടിരുന്നു ബാംബൂസിൽ ഒരു ഗോൾഡൻ ബാമ്പു ഉണ്ട്, കൂടാതെ മൾട്ടിപ്ലക്സ് എന്ന് പറഞ്ഞിട്ടുള്ള ബാംബൂസ് ഉണ്ട്. അതൊക്കെ ഈ ഇടയ്ക്ക് നമ്മൾ വെട്ടി വൃത്തിയാക്കിയാണ്. മാൽപിജിയ എന്നുള്ള ചെടി ഇതൊക്കെ എന്താ പറയുന്നത് ടൺ കണക്കിന് വളർന്നതായി ഈ പൊക്കത്തിലായിരുന്നു. അതും ഈ ഇടയ്ക്ക് വെട്ടി വൃത്തിയാക്കിയിരിക്കുന്നതാണ് നിങ്ങൾ കാണുന്നത്. ഇനി സിറ്റൗട്ടിലേക്ക് വരാം. സിറ്റൗട്ടിൽ ആദ്യം ഞാൻ ഈ പർഗോള പറഞ്ഞു പോകാവേ. ഗ്ലാസ് പർഗോളയാണ് അനുസരിക്കുന്നത്. ഞാനന്ന് പറഞ്ഞിരുന്നു ഇത് മാസത്തിൽ ഒരിക്കലെങ്കിലും കഴുകണമെന്ന്. പക്ഷേ ഞാൻ 1 വർഷം കഴിഞ്ഞിട്ടാണ് ഇത് കഴുകിയത്. കഴിഞ്ഞ ദിവസം നല്ല പായലായിരുന്നു. അത് കഴുകി വൃത്തിയാക്കിയൊരു വീഡിയോ ഞാൻ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ ഇട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ സാധിക്കും. നമ്മുടെ ഡീപ്പ് ക്ലീനിങ് ചെയ്ത സുബിൻ്റെ മിസ്റ്റർ ക്ലീൻ എന്ന് പറഞ്ഞ കമ്പനിയായിരുന്നു അത് ചെയ്തത്. നിങ്ങൾ ഗ്ലാസ് തന്നെ ഉപയോഗിക്കാൻ ശ്രമിക്കുക. അടിപൊളിയായിട്ട് വൃത്തിയാക്കാൻ പറ്റും. അത് പോളികാർബണേറ്റിൽ സാധിക്കില്ല എന്നുള്ളത് ഈ സമയത്ത് ഞാനൊന്ന് പറഞ്ഞോളട്ടെ. സിറ്റ് ഔട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ സൺഹട്ട് എന്ന് പറയുന്ന ടൈല് കമ്പനിയുടെ അസ്ത്ര ഗ്രേമാറ്റ് എന്ന് പറയുന്ന പ്രൊഡക്റ്റാണ്. സിൽവാൻ ടൈൽസിൽ നിന്നാണ് ഞാനിത് എടുത്തത്. ഫുൾ ബോഡി വെട്രിഫൈഡ് ടൈലാണ്. സാൾട്ട് ആൻഡ് പെപ്പർ ലുക്ക്, അതായത് ഫുൾ ബോഡിയാണ്, സാൾട്ട് ആൻഡ് പെപ്പറാണ്. ഇത് ഞാൻ നല്ല രീതിയിൽ റെക്കമെൻഡ് ചെയ്യും. കാര്യം എന്താണെന്ന് വെച്ചാൽ സിറ്റ് ഔട്ടിലേക്ക് ഈസി ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന, വളരെ ബഡ്ജറ്റ് നമുക്ക് കുറഞ്ഞ്, ഞാനൊന്ന് മേടിക്കുമ്പോൾ വേണ്ട 120-130 രൂപ മറ്റേ ഇതിനുണ്ടായിരുന്നുള്ളൂ. അങ്ങനെ വലിയ സ്ലാബുകളാണ്.
8ക്ക് 2.5 സൈസ് വരുന്ന സ്ലാബുകളാണ് നമുക്ക് വരുന്നത്. ഇവിടെ നമ്മുടെ ഈ പറഞ്ഞ ഈ ഒരു ഇതിൻ്റെ സൈസ് നോക്കിക്കഴിഞ്ഞാൽ 8 4 12 അടി നീളവും അതുപോലെ തന്നെ 8 അടി വീതിയുമേ വരുന്നുള്ളൂ. അത് ഈ വലിയ ഏരിയ ആയതുകൊണ്ട് ചെറിയ ഏരിയ ആയതുകൊണ്ട് ഞാൻ ഈ ഒരു എലവേഷൻ ഇങ്ങനെ ആ ഒരു സ്റ്റെപ്പ് എലവേഷൻ മുന്നോട്ട് എടുത്തിട്ട് ആ സ്റ്റെപ്പ് ഫുള്ളാക്കിയിട്ട് ഇവിടെ ഈ ഒരു എന്താ പറയുന്ന ചെടിയും കൂടെ വെച്ചാണ്. അപ്പോൾ കുറച്ചുകൂടെ വീതി നമുക്ക് ഫീൽ ചെയ്യും, ആ ഒരു സൈസ് ഫീൽ ചെയ്യും. അതിനായിട്ട് ചെയ്തതാണ്. ഇതൊരു നല്ല തീരുമാനമായിട്ടാണ് എനിക്ക് തോന്നിയത്. അങ്ങനെയാണ് ഇവിടെ ഇത് ചെയ്യാനായിട്ടുള്ള റീസൺ. നമ്മുടെ ജനാലകളെല്ലാം തന്നെ ചെയ്തിരിക്കുന്നത് എന്താ പറയുക അലൂമിനിയത്തിലായിരുന്നു. നമ്മുടെ STD ഗ്ലാസ് ചെയ്ത അവരുടെ പ്രൊഡക്റ്റാണ് ഇതെല്ലാം. അൾജീരിയൻ പ്രൊഫൈൽ, വീണ്ടും പറയട്ടെ, അൾജീരിയൻ എന്ന് പറയുന്ന ഒരു പ്രൊഫൈൽ മാത്രമാണ്, അല്ലാതെ അൾജീരിയൻ വിൻഡോ എന്നല്ല ഇതിന് പറയുന്നത്. അലൂമിനിയത്തിലെ അൾജീരിയൻ പ്രൊഫൈലാണ് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന 8mm ടഫൻ ഗ്ലാസ് ആണ്. അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. ഈ സാധനം എനിക്ക് 1 വർഷം ഉപയോഗിച്ചിട്ട് നമുക്ക് കംപ്ലൈൻറ്റുകളൊന്നും വന്നിട്ടില്ല. ഞാൻ ഈ പറഞ്ഞ ഇതുവരെയുള്ള ഒന്നിനും, ഗേറ്റ് ഉൾപ്പെടെയുള്ള ഒന്നിനും കംപ്ലൈൻറ്റുകൾ ഇതുവരെ ഈ ഒരു സമയം വരെ വന്നിട്ടില്ല കേട്ടോ. ഡോറ്, അന്ന് ഡോറ് കാണിക്കുമ്പോഴും ഈ ഡോർ ഇങ്ങനെ തന്നെയായിരുന്നു. പെയിന്റ് മാറ്റിയതാണ്, വുഡൻ കളർ ഡോർ, അത് പെയിന്റ് മാറ്റിയതാണ്. നമ്മൾ ചെയ്തിരിക്കുന്നത് എന്താ പറയുന്ന PU അടിച്ച് ഇത് കോട്ട് ചെയ്തിരിക്കുകയാണ്. ആക്ച്വലി ഇതിൽ PU ചെയ്ത് ബാക്കിയുള്ളടത്ത് ഇവിടെയൊക്കെ മാസ്ക് ചെയ്ത് PU ചെയ്തിരിക്കുന്നത്, PU പെയിന്റ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. എക്സ്ട്രാ ആയിട്ട് നമ്മൾ അന്ന് വീഡിയോ കാണുമ്പോഴത്തേക്കും ഇതിൻ്റെ തന്നെ ലോക്കായിരുന്നു. അതിനുശേഷം ഞാനിപ്പോൾ ഇവിടെ നമ്മുടെ എന്താ പറയുക ബയോമെട്രിക് ലോക്ക് ചെയ്തിട്ടുണ്ട്. ഐക്കിൻ്റെ ലോക്കാണ് ചെയ്തിരിക്കുന്നത്. നമ്മുടെ ഫിംഗർ വെച്ച് തുറക്കാൻ പാകത്തിനുള്ള ലോക്ക്. ഇനി നമുക്ക് അകത്തോട്ട് കയറാം. ലിവിങ്ങിലേക്ക് വന്നു കഴിഞ്ഞാൽ ആദ്യം തന്നെ ഞാൻ നമ്മുടെ ഫ്ലോറിങ്ങിനെ കുറിച്ച് പറയാവേ. ഫ്ലോറിങ് ചെയ്തിരിക്കുന്നത് നമ്മുടെ അർമാനി ഗ്രീ എന്ന് പറയുന്ന 6x4 സൈസിലുള്ള 9mm തിക്നെസ് ഉള്ള നമ്മുടെ ടൈലായിരുന്നു. അസർവായുടെ ടൈലാണ്, സിൽവാനിയിൽ തന്നെ എടുത്തത്. ഇതിനകത്ത് എനിക്ക് വേണ്ടാന്ന് തോന്നിയൊരു കാര്യം പറയാം. എപ്പോക്സി എന്ന് പറയുന്ന ആ ഒരു സാധനം ഉണ്ടല്ലോ, അത് ഡാർക്ക് ആക്കണം എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഞാൻ ഗ്രേ കളർ തന്നെ കൊടുത്തിരുന്നത്. അന്ന് ഗ്രേ കളർ അങ്ങനെ തന്നെ ഇരുന്നിരുന്നു. പക്ഷേ അതിനുശേഷം നമ്മുടെ ഹൈ ട്രാഫിക് ഏരിയ, നിരന്തരം നടക്കുന്ന ഏരിയ ആയതുകൊണ്ട് നമ്മുടെ കാലിലെ ചെളിയൊക്കെ ഇതിനുള്ളിൽ വരും. ഞാൻ ഡീപ്പ് ക്ലീൻ ചെയ്തിട്ട് പോലും പോയിട്ടില്ല. അതുകൊണ്ട് തന്നെ നിങ്ങളെല്ലാവരും ശ്രദ്ധിക്കുക. നിങ്ങൾ ഇതുപോലുള്ള പ്രൊഡക്റ്റ് ചെയ്യുമ്പോഴത്തേക്ക് എപ്പോക്സി കുറച്ച് ഡാർക്ക് ആക്കിക്കോളൂ. അതായിരിക്കും കുറച്ച് ബെറ്റർ എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അതുകൊണ്ട് ഗ്രേ എനിക്കിവിടെ വേണ്ട എന്ന് തോന്നിയൊരു സാധനമാണ്. ഗ്രേ ടൈലല്ല, ഗ്രേ എപ്പോക്സി. ഗ്രേ എപ്പോക്സിക്ക് പകരം കുറച്ച് ഡാർക്ക് ഗ്രേയോ അല്ലെങ്കിൽ ബ്ലാക്കോ ആയിരുന്നുകൊണ്ട് എനിക്ക് കുറച്ചുകൂടെ സാറ്റിസ്ഫൈങ് ആയിരുന്നു ഈ ഒരു അവസരത്തിൽ. അതുകൊണ്ട് അതൊരു പ്രശ്നമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ലിവിങ്ങിലേക്ക് വന്നു കഴിഞ്ഞാൽ ലിവിങ് ഏരിയ സൈസ് എന്ന് പറഞ്ഞാൽ 13x10 സൈസാണ്. ഒരു L ഷേപ്പ് കോർണർ സോഫ നമ്മുടെ ഡിമോസ് ഫർണിച്ചറിൽ നിന്നെടുത്ത ആ ഗ്രീൻ കളറാണ് കൊടുത്തിരിക്കുന്നത്. നമ്മുടെ ഇവിടെ വന്നിരിക്കുന്ന കളർ പാലറ്റ് നിങ്ങൾക്ക് കാണുന്ന പോലെ തന്നെ ഗ്രീൻ, ഗ്രേ, അതുപോലെ എന്താ പറയുന്നത് ഗ്രീൻ, ഗ്രേ, ബ്ലാക്ക്, അതിൻ്റെ കൂടത്തിൽ വൈറ്റ് കൂടെ ചേർന്നിട്ടുള്ള ഒരു കോൺട്രാസ്റ്റ് ആണ് വന്നിരിക്കുന്നത്. ഗ്രീൻ, ഗ്രേ, ബ്ലാക്ക് എന്നുള്ള സാധനമാണ് വിട്ടിരിക്കുന്നത്. ഇവിടെ സെൻറ്റർ ടേബിൾ വന്നിട്ടുണ്ട്. ഡോക്ടർ ഇന്റീരിയർ എന്ന് പറഞ്ഞിട്ട് എപ്പോക്സി ചെയ്ത സെൻറ്റർ ടേബിൾ, എപ്പോക്സി സെൻറ്റർ ടേബിളാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. നമ്മുടെ ലോഗോ ഇവിടെ കൊടുത്തിട്ടുണ്ട്. താഴെ റഗ്, ആ ഒരു ഗ്രേ കളർ റഗ് തന്നെ പോയിരിക്കുന്നു. ഈ ഒരു ഏരിയയിൽ ഇത് വൈഫിൻ്റെ സജഷൻ ആയിരുന്നു. നടുക്ക് നമ്മുടെ സിൽവർ പ്ലേ ബട്ടൺ, പിന്നെ നമുക്ക് കിട്ടിയ കുറച്ച് ട്രോഫീസ് ഒക്കെ കൂടെ അവിടെ വെച്ചിട്ടുണ്ട്. പ്ലാസ്റ്ററിങ് എടുത്തു പറയേണ്ട മറ്റൊരു സംഗതി പ്ലാസ്റ്ററിങ് ആണ്. പൂർണ്ണമായിട്ട് ചെയ്തിരിക്കുന്ന ജിപ്സം പ്ലാസ്റ്ററിങ് ആണ്. ഞാൻ ഭയങ്കര സാറ്റിസ്ഫൈഡ് ആണ് ആ പ്രോഡക്റ്റിൽ. 1 വർഷമായിട്ട് എനിക്ക് യാതൊരു വിധമുള്ള പ്രശ്നങ്ങളും വന്നിട്ടില്ല എന്നാണ് പ്രത്യേകത. മസ്റ്റ് ഡു ആയിട്ട് ചെയ്യേണ്ട 2 കാര്യങ്ങൾ ഇപ്പോൾ തന്നെ പറഞ്ഞേക്കാം. ഒന്ന്, വാട്ടർ പ്രൂഫിംഗ് ആണ്. അത് നമ്മുടെ ആദ്യം തന്നെ ബെൽറ്റ് വാർക്കുമ്പം ചെയ്യുക, ബാത്റൂമിൽ ചെയ്യുക, ടെറസിൽ ചെയ്യുക. അതുകൊണ്ട് ഈ വീടിന് ഒരുപാട് ഗുണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. വാട്ടർ പ്രൂഫിംഗ് ഉണ്ട്. 2, ടെർമൈറ്റ് പ്രൂഫിംഗ് ആണ്. ഞാൻ പറഞ്ഞു പറമ്പിലത്തെ ടെർമൈറ്റിൻ്റെ ഇഷ്യൂ പറഞ്ഞല്ലോ, അത് ഞാൻ ഇതിനുള്ളിൽ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ടെർമൈറ്റിൻ്റെ പ്രശ്നം ഇതുവരെ വന്നിട്ടില്ല. അത് ഈ കട്ടയുടെ ഗുണമായിട്ട് പറയുന്നവരുണ്ട്. എടുത്തു പറയേണ്ട ഒരു കാര്യം പറയാൻ വിട്ടുപോയേ, കട്ട നമ്മുടെ എംബ്രിക്കാണ് യൂസ് ചെയ്തിരിക്കുന്നത് കേട്ടോ. 1 വർഷമായി വീടിന് യാതൊരു പ്രശ്നങ്ങളും ഉണ്ടായിട്ടില്ല. എംബ്രിക്ക് 1 വർഷം കഴിയുമ്പോൾ മഴയൊക്കെ വന്നിട്ട് കുഴഞ്ഞു പോകുന്ന പലരും പറഞ്ഞിരുന്നത്. അങ്ങനെയുള്ളവരൊന്ന് കമൻറ്റ് ഇടണം. ഇപ്പോഴും പ്ലാസ്റ്ററിങ്ങിനെ കുറിച്ച് പറഞ്ഞു. ഇന്റീരിയർ മാത്രം ജിപ്സം ചെയ്തിട്ടുള്ള, ജിപ്സം പ്ലാസ്റ്റർ ചെയ്തിട്ട് അവരുടെ എന്താ പറയുക 3-in-1 പ്രൈമർ കോട്ടേ അടിച്ചിട്ടുള്ളൂ. ഞാൻ പെയിന്റ് ഒന്നും സെപ്പറേറ്റ് ചെയ്തിട്ടില്ല. ജിപ്സം പ്ലാസ്റ്ററിങ് ആയിട്ട് അവരുടെ പ്രൈമർ മാത്രമാണ് ഞാൻ ഇവിടെ ചെയ്തിരിക്കുന്നത്. 3-in-1 എന്ന് പറയുന്ന പ്രൈമർ കോട്ട്. ഞാൻ നമ്മുടെ ഇവിടെ തന്നെയാണ്, ഇതിനോട് ചേർന്നിട്ടാണ് നമ്മുടെ എന്താ പറയുക പ്രയർ യൂണിറ്റ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് അതുകൂടെ ചേർന്ന് പറഞ്ഞു പോകാം. MS-ന്റെ വർക്ക് ധാരാളം വന്നിട്ടുണ്ട്. ബ്ലാക്ക് കളർ, ഗ്രേ കളർ, പൂർണ്ണമായിട്ടും ചെയ്തിരിക്കുന്ന നമ്മുടെ WPC വുഡ് പ്ലാസ്റ്റിക് കോമ്പോസിറ്റ് സ്കെയിൽ വുഡ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. സ്പെക്ട്രോ ഡക്കാറാണ് ഇവിടുത്തെ ഇന്റീരിയർ പൂർണ്ണമായിട്ട് ചെയ്തിരിക്കുന്നത്. ഞാൻ ഓൾറെഡി പറഞ്ഞിരുന്നു. സ്പെക്ട്രയുടെ വർക്കാണ്. വളരെ മിനിമലായിട്ട് ചെയ്യണമെന്നായിരുന്നു ഞാൻ പറഞ്ഞത്. മിനിമലിസ്റ്റിക് ആയിട്ടുള്ളൊരു ഇന്റീരിയറാണ് ഇതിനുള്ളിൽ പോയിരിക്കുന്നത്. കാര്യം മിനിമലിസ്റ്റിക് എന്ന് പറയുമ്പോൾ പലരും പലതും ഇങ്ങനെ കയറ്റി ചെയ്യും. ഇവിടെ അതൊന്നും ചെയ്തിട്ടില്ല. വളരെ ഈസി ആയിട്ട് മിനിമലിസ്റ്റിക് ആയിട്ട് ചെയ്തിരിക്കുന്നു. ഈ കൃഷ്ണനെ അന്ന് നമ്മൾ വീഡിയോ എടുക്കുമ്പോൾ ഇല്ല, 17 കിലോയുള്ള കൃഷ്ണനാണ് കേട്ടോ. ഇതെനിക്ക് തന്നത് നമ്മുടെ ശിവകുമാറാണ്. നമ്മുടെ 63 ലക്ഷം പേര് കണ്ട ഒരു അൾട്രാ മോഡേൺ വീട് ചെയ്ത ആ വീഡിയോ ഞാൻ ചെയ്തിരുന്നു. അതിൻ്റെ ഉടമസ്ഥൻ ശിവകുമാർ എൻ്റെ അടുത്ത സുഹൃത്താണ്. അദ്ദേഹം എനിക്ക് തന്ന മെഷീൻ കട്ട് ചെയ്ത കൃഷ്ണൻ്റെ വിഗ്രഹമാണ്. ഞാനത് സ്റ്റൂളിലാണ് വെച്ചത്. ഈ വിഗ്രഹം ഇവിടെ ഒന്നും താങ്ങത്തില്ല, അത്രയ്ക്ക് വെയിറ്റ് ഉള്ളത് കൊണ്ടാണ് അങ്ങനെ ചെയ്തിരിക്കുന്നത്. ഗ്ലാസ് ഏരിയ പലരും പരാമർശിച്ചാണ് ഇതിനകത്ത്.
800 സ്ക്വയർ ഫീറ്റ് നമുക്ക് ഗ്ലാസ് ഏരിയ ഉണ്ട് കേട്ടോ. അത്രയും ഏരിയ നമ്മുടെ ഗ്ലാസ് വന്നിട്ടുണ്ട്. പക്ഷേ അവിടെയൊക്കെ നമ്മൾ സെൻസർ അലാംസ് കൊടുത്തിട്ടുണ്ട്. അങ്ങനെയാണ് അതിനെ പ്രൊട്ടക്ഷൻ നമ്മൾ കൊടുത്തിരിക്കുന്നത്. അല്ലെ ഗ്രിൽസ് ഒന്നും യൂസ് ചെയ്തിട്ടില്ല. കിച്ചൺ സൈസ് പറയാം. നമുക്ക് ഏകദേശം 12 സൈസിലുള്ള കിച്ചണാണ്. കിച്ചൻ്റെ കളർ നമ്മൾ കിച്ചൺ ടൂറൊക്കെ ചെയ്തായിരുന്നു. ഗ്രീൻ കളറാണ് നമുക്ക് ടോട്ടലി കിച്ചണിന് വന്നിരിക്കുന്നത്. WPC ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇത് പൂർണ്ണമായിട്ടും ചെയ്തിരിക്കുന്നത് നമ്മുടെ സ്പെക്ട്ര ഡെക്കറാണ്. ആഷയുടെ സ്പെക്ട്ര ഡെക്കറാണ് ഇന്റീരിയർ കൊണ്ടിരിക്കുന്നതെന്ന് പറഞ്ഞല്ലോ. ഡിസൈൻ ഉൾപ്പെടെ അവരാണ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു കളറ് ടോട്ടലി കൊണ്ടുപോകാൻ ശ്രമിച്ചിട്ടുണ്ട്. ഇതിന്റെ ഗ്രീന്, ഈ ഒരു ബ്ലാക്ക്, ഇതൊക്കെ WPCയിലാണ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു പില്ലർ മാത്രമാണ് ഇവിടെ ഉള്ളത്. ഈ പില്ലർ മാത്രം, അത് WPC പൊതിഞ്ഞിട്ട് ഈ ഒരു ഏരിയ ഫുള്ളായിട്ട് നമ്മളൊരു ഗ്യാപ്പ് കൊടുത്തുകൊണ്ട് ഇവിടെയും ബ്ലാക്ക് കളറിൽ നമ്മൾ പെയിന്റ് ചെയ്ത്, അതും PU പെയിന്റ് ആണ് ചെയ്തിരിക്കുന്നത്. പുട്ടിയിട്ട് PU പെയിന്റ് ചെയ്തിരിക്കുകയാണ്. ഇവിടെ എല്ലാം തന്നെ ചെയ്തിരിക്കുന്നത് ആ ഒരു ഗ്രീനിന്റെ ഫിനിഷ് കൊണ്ടുവരാനായിട്ട് നമ്മൾ ശ്രമിച്ചിട്ടുണ്ട്. നമുക്ക് അധികം എന്താ പറയുന്നത് ആക്സസറീസ് ഒന്നും യൂസ് ചെയ്തിട്ടില്ല. നമ്മൾ ടാൻഡം ബ്ലോക്സുകൾ യൂസ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ വളരെ ചുരുക്കം ഏരിയാസിൽ മാത്രമാണ് നമ്മൾ ഏകദേശം ഈ പറഞ്ഞ പ്രൊഡക്റ്റുകൾ യൂസ് ചെയ്തിരിക്കുന്നത്. ഇനി ഇതാ ഇവിടെ ഒരു ടോൾ യൂണിറ്റ് എന്താ പറയുന്നത്, ഈ ഒരു ഇതിന് മുകളിലായിട്ടൊരു ടോൾ യൂണിറ്റ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ആ ടോൾ യൂണിറ്റ് നമ്മൾ ഇങ്ങോട്ട് വരുമ്പോഴത്തേക്ക് ഒന്ന് ആവർത്തിച്ചിട്ടുണ്ട്. ഇതെല്ലാം ചെയ്തിരിക്കുന്നത് WPCയിലാണ്. അതിനകത്ത് പ്രത്യേകിച്ച് ആക്സസറീസ് ഒന്നും ഞാൻ കൊടുത്തിട്ടില്ല. ഇതിന്റെ കളറിൽ അതിനോട് സമാനമായിട്ടുള്ള കൗണ്ടർ ടോപ്പുകൾ ചെയ്തിരിക്കുന്നു. ഗ്രീൻ കളറ് അസ്ത്ര ഗ്രീൻ മാറ്റ് എന്ന് പറയുന്ന സൺഹേർട്ടിന്റെ പ്രൊഡക്റ്റ് ഉപയോഗിച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത്. അതും സിൽവാനിൽ നിന്നാണ് ഞാൻ എടുത്തത് കേട്ടോ. വുഡ് ആൻഡ് ഹോബിനെ കുറിച്ച് പറയാവേ. ഇതെല്ലാം കുറച്ച് സാറ്റിസ്ഫൈങ് ആയിട്ടുള്ള പ്രൊഡക്റ്റുകളാണ്, അതുകൊണ്ടാണ് എടുത്തു പറയുന്നത്. വുഡ് ആൻഡ് ഹോബ് കുച്ചിനയുടെ ഡിസയർ എന്ന് പറയുന്ന പ്രൊഡക്റ്റ്, അതിൽ തന്നെ ഓട്ടോ ക്ലീൻ ആയിട്ടുള്ള 90 സെന്റിമീറ്ററിന്റെയും അതുപോലെ തന്നെ 75-ന്റെയും വുഡ് ആൻഡ് ഹോബാണ് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത്. 1 വർഷമായി ഇതുവരെ ഈ പ്രൊഡക്റ്റിന് ഒരു കംപ്ലൈന്റ് വന്നിട്ടില്ല. ആകെ ഒരു കംപ്ലൈന്റ് വന്നതെന്ന് വെച്ചാൽ ഈ ഒരു ബർണർ ഒരിക്കൽ നമ്മൾ ഇത് തുടച്ചു കഴിഞ്ഞ് വെച്ചപ്പോഴത്തേക്ക് ആ വെട്ടിൽ നിന്ന് ബർണർ മാറിപ്പോയി. അപ്പോൾ ഇത് വളഞ്ഞു. അന്നേരം മാത്രമാണ് ഇതിൻ്റെ ഒരു കംപ്ലൈന്റ് വന്നത്. അവരത് 24 മണിക്കൂർ എടുത്തില്ല. പിറ്റേ ദിവസം രാവിലെ ഒന്ന് മാറി തരികയും ചെയ്തു. ആ ബർണറെ മാറി തന്നു. വളരെ ഗുണപ്രദമായിട്ട് തോന്നിയിട്ടുണ്ട്. വേറെ കംപ്ലൈന്റുകളൊന്നും ഈ 1.25 വർഷത്തിനിടയ്ക്ക് ഈ ഒരു പ്രൊഡക്റ്റിന് വന്നിട്ടില്ല. പിന്നെ ഇതൊക്കെ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യണം, വൃത്തിയാക്കണം. മാസത്തിലൊരിക്കൽ വൃത്തിയാക്കി അങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ പ്രോബ്ലംസ് ഒന്നും വരാത്ത പ്രൊഡക്റ്റാണ് ഇത്. WPCയും ചെയ്യുമ്പോഴത്തേക്കും ഞാൻ പലരും എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ട് എന്തുകൊണ്ട് WPC. ഇത് ഭയങ്കര ചെതലുള്ള മേഖലയായിരുന്നു. ചെതലുള്ള ഒരു ഏരിയ അല്ല എനിക്ക് വേണ്ടത്. PU ഫിനിഷ്ഡ് പെയിന്റ് അല്ല എന്നുണ്ടെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും മറൈൻ പ്ലൈവുഡിൽ തന്നെ ചെയ്തേനെ. 100% ഞാൻ മറൈൻ പ്ലൈവുഡിൽ ചെയ്തേനെ. നിങ്ങളുടെ അടുത്തും ഞാൻ വെറ്റ് ഏരിയാസിൽ മാത്രം WPC യൂസ് ചെയ്യാൻ പറയും, ബാക്കിയുള്ള ഏരിയയിൽ മറൈൻ പ്ലൈവുഡ് യൂസ് ചെയ്യാൻ പറയും. ഏതില് നമുക്ക് ഈ പറഞ്ഞ ചെതലിന്റെ പ്രശ്നം ഇല്ല എന്നുണ്ടെങ്കിൽ. ഇവിടെ ഒരു വർക്ക് ഏരിയ നമ്മൾ വർക്കൗട്ട് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ സീംലെസ് ആയിട്ടുള്ള MS-ന്റെ ഒരു പാർട്ടീഷൻ കൊടുത്തുകൊണ്ട് വർക്ക് ഏരിയ ചെയ്തിട്ടുണ്ട്. വർക്ക് ഏരിയയിൽ ഇവിടെ നമ്മൾ ഒരു ഫുൾ ഹൈറ്റിൽ 8 അടി ഹൈറ്റിൽ നമ്മൾ എന്ത് കൊടുത്തിട്ടുണ്ട്, നമ്മുടെ ടോൾ യൂണിറ്റ് കൊടുത്തിട്ടുണ്ട്. ഇത് വിത്ത് ആക്സസറിയാണ്. ഞാൻ ഇതിനകത്ത് പ്രൊഡക്റ്റുകളൊന്നും ഇരിക്കുന്നതുകൊണ്ടാണ് ഞാൻ തുറന്ന് കാണിക്കാത്തത്. ഇവിടെ പിന്നെ നമ്മുടെ ക്ലീനിങ് പർപ്പസ് ഒക്കെ ഇവിടെയാണ് നടക്കുന്നത്. അങ്ങനെയുള്ള സംഗതികൾ ഇവിടെയും ചെയ്തിരിക്കുന്നു. അതായത് ഇതിൽ നിന്ന് നമ്മളിപ്പോൾ കിച്ചൻ്റെ ഒരു സൈസ് പറഞ്ഞിരുന്നു. കിച്ചൺ സൈസിൽ നിന്ന് വർക്ക് ഏരിയയുടെ സൈസിലേക്ക് വരുമ്പോഴത്തേക്ക് നമുക്ക് ഏതാണ്ട് 9 അടി നീളം 5 അടി വീതിയിൽ മാത്രമുള്ള വർക്ക് ഏരിയയാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. ഇതും എനിക്ക് കുറച്ച് സാറ്റിസ്ഫൈങ് ആയിട്ടുള്ള സംഗതി തന്നെയാണ്. കളറ് അപ്പോൾ നാളെ എനിക്ക് മാറ്റണം തോന്നി കഴിഞ്ഞാൽ മാറ്റാൻ പറ്റും. അതാണ് PUവിൻ്റെ പ്രത്യേകത. അപ്പോൾ എൻ്റെ അടുത്ത് ചോദിക്കുകയാണ് നിങ്ങൾ PU ഉപയോഗിക്കണോ ലാമിനേറ്റ് ഉപയോഗിക്കണോ എന്ന് ചോദിച്ചാൽ ഞാൻ നിങ്ങൾക്ക് റെക്കമെൻഡ് ചെയ്യും, ധൈര്യമായിട്ട് ലാമിനേറ്റ് ചെയ്യൂ. കാര്യം വലിയ പണിയൊന്നുമില്ല. പിന്നെ നമുക്ക് അതിനകത്തൊന്നും ചെയ്യുമൊന്നും വേണ്ട. ഹാർഡായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. PU വരുമ്പോൾ എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടിരിക്കണം. ഇതിങ്ങനെ ക്ലീൻ ചെയ്ത് തന്നെ ഇരിക്കണം. അതുകൊണ്ട് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത് എപ്പോഴും ലാമിനേറ്റ് ആണ്. PU ചെയ്താൽ വെറൈറ്റി കളർ കിട്ടുമെന്നുള്ളത് സത്യസന്ധമായ കാര്യമാണ്. പക്ഷേ മെയിൻ്റെനൻസ് അതുപോലെ നമ്മൾ അതിൻ്റെ പുറകെ നിൽക്കേണ്ടി വരും. കിച്ചൺ ഫ്ലോർ ജോൺസന്റെ ഓക്സൈഡ് ബ്ലൂ എന്ന് പറയുന്ന പ്രൊഡക്റ്റാണ്. നോക്കൂ, ഇതിനകത്ത് ഒരല്പം പോലും ചെളി പിടിച്ചിട്ടില്ല എന്നുള്ളതാണ് പ്രത്യേകത. മാറ്റ് ഫിനിഷ് ടൈലുകൾ ചെളി പിടിച്ചു കഴിഞ്ഞാൽ വൃത്തിയാക്കാൻ ബുദ്ധിമുട്ടാണെന്ന് പറയുന്നവരോട് ഞാൻ തീർച്ചയായും എതിർപ്പ് പ്രകടിപ്പിക്കും. ഒരു പ്രശ്നമില്ല. ഗ്ലോസി എങ്ങനെ ചെയ്യുന്നു അതുപോലെ നമുക്ക് വൃത്തിയാക്കാൻ പറ്റും മാറ്റ് ഫിനിഷ് ടൈലുകൾ. എനിക്ക് നല്ല വർക്കായിട്ടുള്ള ഒന്നാണ് ഈ മാറ്റ് ഫിനിഷ് ടൈൽസ്. ഇത് നമ്മുടെ ഒരു എന്താ പറയുക റീഡിങ് കോർണർ പോലെ സെറ്റ് ചെയ്തിരിക്കുന്നതാണ്. ഇതും WPCയിൽ തന്നെയാണ് ഇരിക്കുന്നത്. ഫുൾ ഗ്രേ. അതിൽ ബുക്സും ഞങ്ങളുടെ ഇതുമൊക്കെ വെച്ചിട്ട് ഇതാവുമ്പോഴത്തേക്കും ഇത് നമ്മുടെ വൈഫിന് ഭയങ്കര ഒരു ആഗ്രഹമായിരുന്നു. മകളുടെ ട്രോഫീസ് അതുപോലെ നമ്മുടെതൊക്കെ എൻ്റെതൊക്കെ ചെയ്യാനായിട്ടുള്ളൊരു ഏരിയ അതങ്ങനെ വൃത്തിയായിട്ട് ഇരിക്കുന്നു. ഇവിടെ അന്ന് നിങ്ങൾ കാണുമ്പോഴത്തേക്ക് ആടുന്ന വേറൊരു ചെയറല്ലായിരുന്നു. അത് വലിയ ഗുണമില്ല കേട്ടോ. അതായത് പെട്ടെന്ന് പോകും. പൈപ്പാണ്. അത്രയ്ക്കുള്ള പ്രൊഡക്റ്റേ ഉള്ളൂ. 10,000 രൂപയുടെ ഒരു മുതലായിരുന്നു. ഇത് ഞാൻ അത് കഴിഞ്ഞിട്ട് റോയൽ ഓക്കിൽ നിന്ന് തന്നെ മേടിച്ചാണ്. അവർ തന്നെ തന്നാണ്. അത് റീപ്ലേസ് ചെയ്തിട്ട് ഇതിൻ്റെ എക്സ്ട്രാ ഇതിനായിട്ട് 21,000 രൂപയായിട്ട് വന്നു. ഇത് നല്ല രസമായിട്ട് വന്നു. ഇതിപ്പോൾ ഒരു വർഷമായി, ഒരു കുഴപ്പമില്ല. ഒരു വർഷമല്ല, ഒരു 9 മാസമായി കാണും. മറ്റേ അത്ര ഒരു സംഗതിയല്ല. ഒരു ചെറിയ ബീച്ച് സൈഡിലൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. നമ്മുടെ സ്റ്റെയറയിലേക്ക് വരുന്നതിന് മുന്നേ കിച്ചണിൽ നേരെ ഡൈനിങ്ങിലേക്കാണല്ലോ വരേണ്ടത്. ഇതും ഡിമോസിൽ നിന്ന് എടുത്ത പ്രൊഡക്റ്റാണ്. ഒരു 6 സീറ്റർ ആയിട്ടുള്ള ഗ്ലാസ് ടോപ്പ് ആയിട്ടുള്ള ബ്ലാക്ക് കളറിൽ ഫുള്ളി ബ്ലാക്ക് കളർ വരുന്ന ഡൈനിങ് ടേബിൾ വിത്ത് ചെയർ. ചെയറിൻ്റെ കുഷൻസ് മാത്രം, കസേരയുടെ കുഷൻസ് മാത്രം ഗ്രീൻ കളറാണ്. ബാക്കി ഫുള്ള് ബ്ലാക്കിലാണ് കൊടുത്തിരിക്കുന്നത്.
ഇതും ആ കളർ അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. ഒരു വർഷമായിട്ട് ഇതിന് യാതൊരു വിധത്തിലുള്ള പ്രശ്നങ്ങളോ കുത്തലോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും വന്നിട്ടില്ല എന്നുള്ളതാണ്. വാഷിംഗ് ഏരിയ വരുമ്പോഴത്തേക്കും ഇവിടെ ഒരു ചെറിയ പാർട്ടീഷൻ പോലെ ബ്ലാക്ക് കളറിൽ MS-ന്റെ സീംലെസ് ആയിട്ടുള്ളൊരു പാർട്ടീഷൻ. ദെൻ ഇവിടെ വന്നിട്ടുണ്ട് വാഷ് ബേസും വന്നിരിക്കുന്നു. സെറയുടെ പ്രൊഡക്റ്റ് ആണ്, സാറ്റിസ്ഫൈഡ് പ്രൊഡക്റ്റ് തന്നെയാണ്. അതിൻ്റെ ഒരു വന്ന പ്രശ്നവും അത് കഴിഞ്ഞിട്ട് അതെങ്ങനെ റെക്ടിഫൈ ചെയ്യുന്നുള്ളതെന്ന് ഞാൻ പിന്നീട് പറഞ്ഞുതരാം. ബാത്റൂമിലേക്ക് കയറുമ്പോൾ ഇവിടെ ഫുൾ ഗ്ലാസ് കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ നമ്മുടെ സ്പെക്ട്രയുടെ സ്കോപ്പ് ഓഫ് വർക്കിൽ വന്നതാണ്. അവരാണ് ഈ മിററിൻ്റെ ഒക്കെ ചെയ്തത്, ലൈറ്റ് കൊടുത്ത് മിററും കൊടുത്ത് ചെയ്തിരിക്കുന്നത് സ്പെക്ട്ര ഡെക്കോറാണ്, ആഷയുടെ ഫേം. ഇവരൊക്കെ നമ്പർ ഞാൻ അതിൻ്റെ താഴെയിട്ടാകും കേട്ടോ, നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ നേരിട്ട് വിളിക്കാവുന്നതാണ്. ഇനി നമുക്ക് നമ്മുടെ സ്റ്റെയർ ഏരിയയിലോട്ട് പോകാം. സ്റ്റെയർ ഏരിയയിൽ എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഇവിടെ എനിക്ക് ഏറ്റവും ബുദ്ധിമുട്ടുണ്ടാക്കിയ കാര്യം നമ്മുടെ ഫൈക്കസ്, നമ്മുടെ ഈ ഒരു സ്റ്റെയറിൻ്റെ ജീവനായിരുന്നു ഫൈക്കസ്. അതെനിക്ക് ഇവിടുന്ന് മാറ്റേണ്ടി വന്നു. ഞാൻ ആദ്യം എൻ്റെ റീസൺ നമ്മുടെ തുടക്കത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിന് പകരം ഞാനിപ്പോൾ ഒരു ആർട്ടിഫിഷ്യൽ പ്ലാന്റാണ് വെച്ചിരിക്കുന്നത്. ഇതിന് പകരം ഒരു നല്ല പ്ലാന്റ് എനിക്ക് തരാമെന്ന് നമ്മുടെ ലാൻഡ്സ്കേപ്പിൽ ചെടികളൊക്കെ എനിക്ക് തന്ന ജെറി, നമ്മുടെ ക്രിസ് ബോട്ടിൽ ക്രാഫ്റ്റേഴ്സ് പറഞ്ഞിട്ടുണ്ട്. ചൈനയിൽ പോകുമ്പോൾ നല്ലൊരു ആർട്ടിഫിഷ്യൽ പ്ലാന്റ് കൊണ്ട് തരാമെന്ന്. അല്ലാന്നുണ്ടെങ്കിൽ ഇവിടെ അത് വർക്ക് ചെയ്യില്ല. അതുകൊണ്ട് തന്നെ ഇത് വെച്ച് ഞാൻ അഡ്ജസ്റ്റ് ചെയ്തിരിക്കുകയാണ്. ഇതെനിക്ക് വർക്ക് ആവാത്തൊരു സാധനമാണ് എന്ത് ഫൈക്കസ് ഇവിടെ വെച്ച് പോയത്. അതുകൊണ്ട് ഫൈക്കസ് എങ്ങനെ വെക്കണം എന്നുള്ള ഏത് രീതിയിൽ എവിടെ വെക്കണം എന്നുള്ളത് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ബുദ്ധൻ ഓക്കെയാണ്. ബുദ്ധൻ്റെ സൈസ് വല്ലതും എന്ന് ചോദിച്ചാണേ 2 അടി ഹൈറ്റ് ആണ്, അതുപോലെ തന്നെ 1 അടി വീതിയും വന്നിരിക്കുന്നു. റോയൽ ഓക്കിൽ നിന്നാണ് എടുത്തത്. റോയൽ ഓക്കിൽ മാത്രമാണ് ഞാനിത് കണ്ടത്. മറ്റിടത്ത് എവിടെയെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യൂ. പേസ്റ്റൽ കളർ അവിടെ ധാരാളം ലഭ്യമാണ്. അതിൽ എനിക്ക് നമ്മുടെ കളറിനോട് സമാനമായിട്ടുള്ള ആ ഒരു ഗ്രീൻ കളർ വന്നിരിക്കുന്നത് എനിക്ക് കിട്ടിയത് റോയൽ ഓക്കിൽ നിന്നായിരുന്നു. അന്ന് ഇത് എടുത്തപ്പോൾ ഏതാണ്ട് 9000 രൂപയായിരുന്നു എനിക്ക്. ഇപ്പം അതിൻ്റെ റേറ്റ് മാറിയിട്ടുണ്ടാവാം. ഇത് ഇവിടുത്തെ ഒരു ഹാർട്ട് എന്ന് പറയുന്നത് ഈ പറയുന്ന സ്റ്റെയറാണ്. മൊത്തം WPC-യിലാണ് വന്നിരിക്കുന്നത്. ഡിസൈൻഡ് ബൈ ഫുള്ളി ക്രെഡിറ്റ് നമ്മുടെ ഒറാൻസായി വിലാസിലെ കൃഷ്ണകുമാറിനാണ് കൊടുത്തിരിക്കുന്നത്. ഇതൊരു എന്താ പറയുന്നത് സ്ട്രിങ്ങർ ബീം എന്ന് വേണേൽ വിളിക്കാം. ആക്ച്വലി വീണ്ടും പറയട്ടെ, ഇത് ഡമ്മിയാണ് കേട്ടോ. ഇതിനകത്ത് യാതൊരു വിധത്തിലുള്ള ഭാരവും വന്നിട്ടില്ല. എനിക്ക് ഏറ്റവും കൂടുതൽ ഇപ്പോഴും ഇഷ്ടപ്പെടുന്ന ഒരു സ്ഥലം എന്ന് പറയുന്നത് ഞങ്ങളുടെ സ്റ്റെയർ കേസാണ്. അത്രയും ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. അതായത് ഫുള്ള് ചെയ്തിരിക്കുന്ന MS-ലാണ്. MS-ന്റെ 4x4 സൈസ് പൈപ്പ് താഴെ കൊടുത്തിട്ടുണ്ട്. അതിൽ നിന്ന് നമ്മുടെ ഇതിൽ സ്ക്വയർ പൈപ്പ് അടിച്ചുകൊണ്ട് ഇതിലോട്ട് മുഴുവൻ WPC 16 mm WPC കൊടുത്ത് PU പെയിന്റ് അടിച്ചാണ് ചെയ്തിരിക്കുന്നത്. ഇതിൽ പുട്ടി പോലും ഇട്ടിട്ടില്ല, ജസ്റ്റ് PU പെയിന്റ് അടിച്ചിട്ടുള്ളൂ. WPC ചെയ്തിട്ട് ആ WPC-യിലോട്ട് നമ്മുടെ ഗമ്മ് കൊടുത്ത് അതിലോട്ട് സ്ക്രൂ ചെയ്ത് കഴിഞ്ഞാൽ അടിപൊളിയായിട്ടിരിക്കും. 1 വർഷമായിട്ടുണ്ട്. ഇതിപ്പോൾ സൂപ്പറായിട്ടിരിക്കുന്നു. ഇതിൻ്റെ PU പെയിന്റ് ഞാൻ ശരിക്കും പറഞ്ഞാൽ ഒരു പരീക്ഷണാർത്ഥം അടിച്ചാൽ, പക്ഷേ അത് ഭയങ്കര സക്സസ് ആയിരുന്നു. പിന്നെ നമ്മുടെ കട്ട എംബ്രിക്കിനെ കുറിച്ച് പലരും എൻ്റെ അടുത്ത് സംശയം ചോദിച്ചാണേ. ആ ഇരിക്കുന്ന ആ ഏരിയയിലാണ് യഥാർത്ഥത്തിൽ ഇതിന് വേറൊരു തരത്തിലുള്ള സപ്പോർട്ടും ഇല്ല. 6 ഇഞ്ച് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന ഔട്ടർ ഏരിയ മുഴുവൻ 8 ഇഞ്ചും ഇന്നർ വോൾസും നമ്മുടെ അപ്സ്റ്റെയറും ഫുൾ 6 ഇഞ്ചുമാണ്. ഈ 6 ഇഞ്ച് കട്ടയിലോട്ടാണ്, അതായത് ആ കിച്ചൻ്റെ ഏരിയ വരും. 6 ഇഞ്ച് കട്ടയിലാണ് ഈ പറഞ്ഞ MS-ന്റെ 4x4 പൈപ്പ് കൊണ്ട് സ്ക്വയർ പൈപ്പ് കൊണ്ട് നമ്മൾ കൊണ്ട് സ്ക്രൂ അടിച്ചിരിക്കുന്നത്. ഈ ഒരൊറ്റ സപ്പോർട്ടിലാണ് ഈ പറഞ്ഞ സ്റ്റെയർ കേസ് നിൽക്കുന്നത്. ഒരു ചെറിയ വിള്ളൽ പോലും ഇതുവരെ വന്നിട്ടില്ല. അതിൻ്റെ റീസൺ കൃഷ്ണകുമാറിന് അതറിയായിരുന്നു. അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. നമ്മളിവിടെ 3 ബെഡ്റൂമാണെന്ന് അറിയാലോ. അതിൽ മാസ്റ്റർ ബെഡ്റൂമിലേക്ക് പോകാവേ. ഇപ്പോൾ ഞാനിവിടെ ഡിസൈൻ ചെയ്തപ്പോൾ ചെയ്തൊരു കാര്യം, ഇവിടെ അതിഥികൾ അങ്ങനെ വരലൊന്നുമില്ല. അതുകൊണ്ട് തന്നെ അതിഥികൾക്കായിട്ടൊരു റൂമൊന്നും നമ്മൾ ചെയ്തിട്ടില്ല. എന്നാലും ഞങ്ങൾ ഈ പറഞ്ഞ പോലെ ഞാനും വൈഫും മകളും ഉള്ളൂ. ഞങ്ങൾക്കായിട്ട് താഴെ 2 ബെഡ്റൂം, മുകളിലൊരു ബെഡ്റൂം, അങ്ങനെയാണ് ചെയ്തിരിക്കുന്നത്. ഇതാണ് മാസ്റ്റേഴ്സ് ബെഡ്റൂം. 400 372 അതാണ് ഇതിൻ്റെ സൈസ് കേട്ടോ. അതിൽ തന്നെ ഇവിടെയാണ് ബെഡ്കോട്ട് വന്നിരിക്കുന്നത്. അതിൽ നമ്മുടെ ശോഭയുടെ റെസ്റ്റോ പ്ലസ് മാട്രസ് യൂസ് ചെയ്തിരിക്കുന്നു. ഹെഡ് ബോർഡ് വന്നിരിക്കുന്നത് നമ്മുടെ ഇതൊക്കെ സ്പെക്ട്ര ചെയ്തിരിക്കുന്നതാണ്. സ്പെക്ട്ര ഡെക്കോറിയാണ് ആ ഒരു എന്താ ഫാബ്രിക്കാണ് ഹെഡ് ബോർഡ് വന്നിരിക്കുന്നത്. ഇവിടെ ഒരു ഡെക്കോർ ഐറ്റം കൊടുത്തിട്ടുണ്ട്. 2 സൈഡിലും ഡെക്കർ പോലെ തന്നെയാണ് നമ്മുടെ എന്താ പറയുന്നത് ഈ പറഞ്ഞ ബ്ലൈൻസ് വന്നിരിക്കുന്നത്. വിൻഡോ ബ്ലൈൻസ്, അതുപോലെ ഈ കട്ടൻസ്, ഇതെല്ലാം ചെയ്തിരിക്കുന്നത് നമ്മുടെ സജിച്ചേട്ടൻ്റെ അന്ന വിൻഡോസ് ആണ് കേട്ടോ. സജിച്ചേട്ടൻ്റെ സുഹൃത്താണ്. അദ്ദേഹത്തിൻ്റെ അന്ന വിൻഡോസ് ആൻഡ് കട്ടൻസ് ആണ് നമ്മുടെ ഫുള്ള് ഇരിക്കുന്നത്. ഇവിടെയൊക്കെ ഫുൾ ഹൈറ്റിലാണ് പോയിരിക്കുന്നത്. ഇത് വേണേൽ മോട്ടറൈസ്ഡ് ആക്കാം, പക്ഷെ നമുക്ക് മോട്ടറൈസ്ഡ് ആക്കേണ്ട ആവശ്യമില്ലായിരുന്നു. 1 വർഷമായി ഞാനിത് 1 വർഷം ഏതാണ്ട് 9 മാസം കഴിഞ്ഞപ്പോൾ ഞാനിത് വാഷ് ചെയ്യുന്നു കേട്ടോ. ഈ അകത്തുള്ള റൂറൽ ഏരിയ ഉണ്ട്, ഇവിടെ അധികം വണ്ടിയുടെ പ്രശ്നങ്ങളൊന്നുമില്ല. അതുകൊണ്ട് തന്നെ വാഷ് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടില്ലായിരുന്നു. വാഷിങ് നമ്മൾ ഈ പറഞ്ഞ പോലെ 6 മാസത്തിൽ ഒരിക്കലെങ്കിലും ചെയ്യണം എന്നുള്ളതാണ്. അത് നിങ്ങളുടെ ഏരിയ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഇവിടെ ഈ പറഞ്ഞതുപോലെ അത്രയും പൊടി ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ അത്രയും ലേറ്റ് ആയത്. അല്ലെന്നുണ്ടെങ്കിൽ 6 മാസം കൂടുമ്പോൾ ചെയ്യാം. സ്ലൈഡിങ് വാർഡ്രോബാണ് ചെയ്തത്. റീസൺ എന്താണെന്ന് വെച്ചാൽ സ്പേസിൻ്റെ പ്രശ്നം ഉണ്ടായിരുന്നു. അതുകൊണ്ട് സ്ലൈഡിങ് വാർഡ്രോബ് ചെയ്തിരിക്കുന്നത്. പൂർണ്ണമായിട്ടും ചെയ്തിരിക്കുന്നത് WPC-യിലാണ്, വളഞ്ഞിട്ടൊന്നുമില്ല. നോർമലി WPC ഇങ്ങനെ ഡോർ ചെയ്യുമ്പോൾ വളയുന്ന ഒരു സാഹചര്യം കാണാറുണ്ട്. അങ്ങനെയുള്ളിടത്ത് WPC മാത്രം എന്ത് ചെയ്യുക, വാർഡ്രോബ് ചെയ്യുക. ദെൻ ഡോറ് മാത്രം മറൈൻ പ്ലൈവുഡിൽ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. അരിസ്റ്റോ ഒക്കെ നമുക്ക് ചെയ്യാവുന്നതാണ്. ഇവിടെ ഒരു സ്റ്റഡി വർക്കിംഗ് ഏരിയ പോലെയാണ് കൊടുത്തിരിക്കുന്നത്. സത്യം പറഞ്ഞാൽ അവിടെ ആരും വർക്ക് ചെയ്യാറായിട്ടില്ല. വെളിയിലൊക്കെ ഇരുന്ന് തന്നെയാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത്. അല്ല നമ്മുടെ ഈ കുറച്ച് മുന്നേ പറഞ്ഞ ആ ഒരു റീഡിങ് കോർണറിലേക്ക് ഇരുന്നിട്ടാണ് വർക്ക് ചെയ്യുന്നത്. മകൾ പഠിക്കുന്നത് അവളുടെ റൂമിൽ തന്നെ ഉള്ളതുകൊണ്ട് അവൾ അവിടെ ചെയ്യുന്നു.
എല്ലാ റൂമിനും ഞാൻ അന്ന് പറഞ്ഞതുപോലെ നമ്മൾ കൊടുത്തിട്ടുണ്ട് സെപ്പറേറ്റ് ആയിട്ടുള്ള ഡ്രസ്സിങ് ഏരിയാസ്. ഇവിടെ സെപ്പറേറ്റ് ഡ്രസ്സിങ് ഏരിയ, ഗ്ലാസ്, ഫുൾ ഗ്ലാസ്, അതുപോലെ WPC കൊണ്ട് ഹാൻഡ് മെയ്ഡ് ചെയ്തിട്ടുള്ള ലൂവേഴ്സ് പോലെ ചെയ്തിരിക്കുന്നു. പിന്നെ ഇപ്പം നമ്മൾ ഉപയോഗിക്കുന്നോട്ടിട്ടാണ് അവിടെ സാധനങ്ങളൊക്കെ ഇരിക്കുന്നത് കേട്ടോ. അങ്ങനെയുള്ള ഒരു എന്താ പറയുന്നത് സൈസ് പറയുകയാണെന്നുണ്ടെങ്കിൽ ചെറിയ സൈസേ ഉള്ളൂ. ഇത് ഈ പറഞ്ഞ പോലെ വലിയ സൈസില്ല. എന്നാൽ പോലും നമുക്ക് പറയാനാണെന്നുണ്ടെങ്കിൽ ഒരു 5 അടി നീളം 5 അടി വീതിയിലുള്ള ഒരു സൈസിലാണ് പോയിരിക്കുന്നത്. ഇനി ബാത്റൂമിൽ 250-150 സ്റ്റാൻഡേർഡ് സൈസാണ് പോയിരിക്കുന്നത്. അവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന അസർവയുടെ ടൈലാണ്. ഇത്രയും നേരം നമ്മൾ കണ്ടത് പോഷ് ഫിനിഷ് ആയിരുന്നു നമ്മുടെ ബെഡ്റൂംസിലൊക്കെ. ഇവിടെ നമ്മൾ കാർവിംഗ് സീരീസാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതുപോലെ വാഷ് ബേസിൻ വന്നിരിക്കുന്ന സെറയുടേതാണ്. അതുപോലെ നമ്മുടെ എന്താ പറയുക WC വന്നിരിക്കുന്നതും സെറയുടേതാണ്. അവിടെ നമ്മുടെ ആക്സസറീസ്, അത്യാവശ്യമുള്ള ആക്സസറീസ് എല്ലാം തന്നെ കൊടുത്തിട്ടുണ്ട്. ഈ പാർട്ടീഷൻ സെപ്പറേറ്റ് ചെയ്തിട്ടില്ലേ. ഞാൻ ഈ അവിടെ വെച്ച് പറഞ്ഞില്ലേ ബ്ലാക്ക് യൂസ് ചെയ്യുമ്പോഴത്തേക്കും ഉള്ളൊരു പ്രശ്നം, ഇതിൻ്റെ കളറൊന്നും പോയിട്ടില്ല കേട്ടോ. നിങ്ങൾക്ക് അയൺ കണ്ടന്റ് ഉള്ള വെള്ളമാണെന്നുണ്ടെങ്കിൽ വെള്ളത്തരികൾ വരും. അവിടെ നമുക്കത് ഈ പ്രൊഡക്റ്റ് യൂസ് ചെയ്യാം കേട്ടോ. ഞാൻ എൻ്റെ വീട് വെച്ച ആദ്യ സമയത്ത് ഇതിങ്ങനെ പ്രോബ്ലം വന്നിരുന്നു. സെറയുടെ തന്നെ എല്ലാ കമ്പനിക്കും ഉണ്ടെന്നാണ് പറയുന്നത്. സെറയുടെ ആയതുകൊണ്ട് ഞാൻ അവരെ വിളിച്ചു. അപ്പോൾ സെറീന എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ക്ലീനർ വരുന്നു. ഇത് വെച്ച് ഇത് വൃത്തിയാക്കി വെറ്റ് ഏരിയ മുഴുവൻ ഡ്രൈ ആക്കിയതിന് ശേഷം ഇത് ഇച്ചിരി തുണിയിലെടുത്ത് ക്ലോത്തിലെടുത്ത് തുടച്ചു കഴിഞ്ഞാൽ ഈ പറഞ്ഞ വെള്ളപ്പാട് പോകും. അങ്ങനെയാണ് ഇവിടുത്തെ വെള്ളപ്പാട് മുഴുവൻ നമ്മൾ കളഞ്ഞത്. ഇവിടെ നമ്മൾ ശരിക്കും ഫോൾ സീലിംഗ് 10% സ്ഥലത്ത് ചെയ്തിട്ടുള്ളൂ. അത് ഈ കാണുന്ന L ഷേപ്പിലുള്ള സ്ഥലത്ത് മാത്രമാണ് ഇൻസ് ബോർഡാണ് ചെയ്തിരിക്കുന്നത്. ഇൻസ് ബോർഡിൻ്റെ സീലിംഗ്. അതുപോലെ ബാത്റൂമിൽ എല്ലായിടത്തും ചെയ്തിട്ടുണ്ട്. നമ്മളിപ്പോൾ കണ്ട ബാത്റൂമിൽ പോലും ഗീസർ വന്നിരിക്കുന്നത് സീലിങ്ങിനുള്ളിലാണ്. ബാത്റൂമിൽ മാത്രം ചെയ്തിട്ടുണ്ട് ഈ പറഞ്ഞ സംഗതി. ഇനി ഇത് നമ്മുടെ എന്താ പറയുക അകത്തോട്ട് കയറുമ്പോഴത്തേക്കും നമ്മുടെ മകളുടെ ബെഡ്റൂമാണ്. ഇതാണ് അടുത്ത ബെഡ്റൂം. 372-360 സൈസിലുള്ള ബെഡ്റൂമാണ് വന്നിരിക്കുന്നത്. ഇവിടെ നമ്മുടെ ഫർണിച്ചർ അലൈൻമെൻറ്റ് കറക്റ്റ് ആയിരുന്നു. അതുകൊണ്ടാണ് 2 സൈഡിൽ ജനാലകൾ അപ്പുറം കാണിച്ചതുപോലെ. ഹെഡ് ബോർഡ്, അതുപോലെ ബെഡ് വന്ന ശോഭ സ്റ്റോർ പ്ലസിൻ്റെ എല്ലാ ബെഡുകൾക്കും സ്റ്റോറേജ് ഉണ്ട്. ഹൈഡ്രോളിക് അല്ല കൊടുത്തിരിക്കുന്നത്, നോർമൽ സ്റ്റോറേജ് ആണ്. 2 സൈഡിലും 2 സൈഡ് ടേബിൾസ് പോയിട്ടുണ്ട്. അതിൽ തന്നെ ഈ സൈഡ് ടേബിൾസ് ഇങ്ങനെ ജോയിൻ ചെയ്തുകൊണ്ട് ഇവിടെ ഒരു ഇരിപ്പിടം പോലെ കൊടുത്തിട്ടുണ്ട്. ഇനി മകൾക്ക് ഒരു എന്താ പറയുന്നത് 2 ഡോർ വാർഡ്രോബ്, അതും സ്ലൈഡിങ് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ഇങ്ങോട്ട് വരുമ്പോഴത്തേക്കും പഠിക്കാനായിട്ടുള്ള ഒരു സ്റ്റഡി ഏരിയ കൊടുത്തിട്ടുണ്ട്. ഇത് പുള്ളിക്കാരി ഭയങ്കര പ്രയോജനപ്പെട്ടെന്നാണ് പറയുന്നത്. വാൾപേപ്പറാണ്, കസ്റ്റമൈസ് ചെയ്തിരിക്കുന്നതാണ്. നമ്മുടെ ഷിൻഡോയുടെ വലൻസെ ഹോം ഡെക്കോർ അവരാണ് ഇതിൻ്റെ പൂർണ്ണമായിട്ടുള്ളത് ചെയ്തിരിക്കുന്നത്. എനിക്ക് നല്ല വർക്കായിട്ടുള്ള ഒരു സംഗതിയായിരുന്നു ഈ വർക്ക് കേട്ടോ. അങ്ങനെ ചെയ്തിരിക്കുന്നു. അതേ കളർ നമുക്കത് കിട്ടുകയും ചെയ്തു. ഇവിടെ ഡ്രസ്സിങ് ഏരിയ കൊടുത്തിട്ടുണ്ട്, മകളുടെ ഡ്രസ്സിങ് ഏരിയ. മറ്റേ അപ്പുറേ കണ്ടിരുന്ന ചെറിയൊരു വ്യത്യസ്തമായിട്ടുള്ള MS-ൻ്റെ വർക്കുകൾ കൂടുതൽ വന്നു. ബാക്കി WPCയും ചേർന്ന് ചെയ്തിരിക്കുന്ന ഒരു ഡ്രസ്സിങ് ഏരിയ വന്നിരിക്കുന്നത്. നമ്മുടെ വീട്ടിലെ ഒരുപാട് ആൾക്കാർക്ക്, ഈവൻ എത്തിസ്റ്റുകൾക്ക് വരെ ഇഷ്ടപ്പെട്ട ഒരു സാധനമായിരുന്നു നമ്മുടെ വീട്ടിൽ വെച്ചിരിക്കുന്ന ഈ ആദിയോഗി. പലരും ഇത് ശിവൻ, അതിൻ്റെ ഒരു രൂപഭാവ ഭേദമുള്ളൊരു സാധനമാണ് ആദിയോഗി. ഇവിടെ ചെയ്തിരിക്കുന്ന നമ്മുടെ ഒറൻസായ ബിൽഡേഴ്സിന് പെയിൻറ്റർ ആയിട്ടുള്ള വിപിനാണ്. അദ്ദേഹത്തിൻ്റെ വർക്കാണ്. ഇതിൻ്റെ ലൈറ്റ് നമ്മളിവിടെ ഒരേ ഒരു വാം ലൈറ്റ് യൂസ് ചെയ്തിരിക്കുന്ന ഈ ഹാങ്ങിങ് ലൈറ്റാണ്. 11 ലൈറ്റുകളുണ്ട്. ഇതിൻ്റെ വളരെ ഭംഗിയുള്ള സാധനം മേളിൽ നമുക്ക് കാണാൻ പറ്റും. ഇവിടെ വന്ന ഒരുപാട് ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ടതും എന്നാൽ കുറേ ആൾക്കാർക്ക് ഇഷ്ടപ്പെടാത്തതുമായിട്ടുള്ള ഒന്നാണ് ഈ പറഞ്ഞ എക്സ്പോസ്ഡ് റൂഫിങ്. ഇതെനിക്ക് ഭയങ്കരമായിട്ട് വർക്കായ ഒന്നാണ്. എനിക്കിപ്പോഴും ഇഷ്ടമുള്ള ഒന്നാണ് ഈ എക്സ്പോസ്ഡ് റൂഫിങ്. ഇനി നമുക്ക് നാളെ വേണമെന്നുണ്ടെങ്കിൽ ചെയ്യുകയും ചെയ്യാം. ഇത് നമ്മുടെ സബ്സ്ക്രൈബർ ആയിട്ടുള്ള എന്നെ സ്ഥിരം കാണുന്ന മുസ്ര ഇത് കാണുന്നുണ്ടെങ്കിൽ മുസ്ര വരച്ച് തന്നാണ് കേട്ടോ. അദ്ദേഹത്തിൻ്റെ ഒരു എന്താ പറയുക വരയ്ക്കുന്ന അധ്യാപകനെ കൊണ്ട് അങ്കമാലിയിൽ നിന്ന് അവരെ കൊണ്ട് വരച്ച് തന്നാൽ തന്നെ വിളിച്ചു വന്നു. ഞാൻ ഇത് അതേ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്. ഇത് നമ്മുടെ ആര്യരാജൻ അദ്ദേഹം തന്ന ഗിഫ്റ്റാണ്. ഇതൊക്കെ നമുക്ക് അന്നത്തെ വീഡിയോയിൽ തന്നെ മുന്നേ വന്നിരുന്നു. ഇത് കയറി വന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരു കോറിഡോറല്ല ബ്രിഡ്ജ് പോലുള്ള ഒരു സ്ഥലമാണ്. ഇതാണ് നമ്മുടെ വീടിൻ്റെ എന്താ പറയുക സ്റ്റെയർ പോലെ തന്നെ അത്രയും എന്താ പറയുക ഹൃദ്യമായിട്ടുള്ളൊരു ഏരിയ. ഇതാണ് നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ സാധിക്കും. 2 സൈഡിലും ഗ്യാപ്പുണ്ട്. ഇതൊരു ബ്രിഡ്ജ് പോലെ തന്നെ ആക്ട് ചെയ്യുന്നു. ഇവിടെയും ഡബിൾ ഹൈറ്റ് ആണ്, ഇവിടെയും ഡബിൾ ഹൈറ്റ് ആണ്. ഇതാണ് ഞാൻ താഴേന്ന് കാണുമ്പോഴത്തേക്കും ഇത്രയും ഭംഗി ഉണ്ടാവുക മുകളിൽ നിന്നായിരിക്കും എന്ന് പറയാൻ കാര്യം. ഫേസിലോട്ടാണ് ലൈറ്റ് അടിക്കുന്നത് കുറച്ചുകൂടി ഇരുട്ടായി കഴിഞ്ഞാൽ. കഴിഞ്ഞ വീഡിയോ എടുക്കുമ്പോൾ രാത്രിയിലായിരുന്നേ, ഈ വീഡിയോ പകലാണ്. പകലെന്ന് പറഞ്ഞാൽ സന്ധ്യ ആവാറായി. ഇപ്പോൾ എടുത്തുകൊണ്ടിരിക്കുന്ന 5:30 മണിക്കാണ്. അപ്പോൾ അതിൻ്റെ ഒരു വ്യത്യാസം നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അന്ന് മുഴുവൻ ലൈറ്റിലാണ് നിങ്ങൾ കണ്ടിരിക്കുന്നത്. ഇതും അതുപോലെ വളരെ ഭംഗിയായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു സംഗതിയാണ്. നമ്മുടെ മനസ്സറിഞ്ഞ് ചെയ്തതാണ്. ഇതൊരു നല്ല തീരുമാനമായിട്ടാണ് എനിക്ക് തോന്നിയത്. ഇനി അതുപോലെ തന്നെ ഈ ഒരു സ്റ്റെയർ ഏരിയ എന്ന് പറഞ്ഞാൽ എനിക്ക് അത്രയും ഹൃദ്യമായിട്ട് ഇഷ്ടപ്പെട്ട ഒരു സ്റ്റെയർ ഏരിയയാണ്. ഇതിൽ ഞാൻ അത്രയും താങ്ക്ഫുൾ ആണ് കൃഷ്ണകുമാറിനോട്. ഇത്ര ഭംഗിയുള്ള ഒരു സ്ട്രിങ്ങർ ബീം, ഞാൻ പറഞ്ഞത് ഇങ്ങനെ തൂക്കിയിട്ട പോലെ വേണം എന്നുള്ള, ഈ നടുക്ക് ബ്രിഡ്ജ് ആയതുകൊണ്ട് ഇങ്ങനെ തൂക്കിയിട്ടിരിക്കണം എന്ന് പറഞ്ഞതുകൊണ്ട് അദ്ദേഹം അത് വളരെ ഭംഗിയായിട്ട് വൃത്തിയായിട്ട് നമുക്ക് ചെയ്തു തന്നു എന്നുള്ളതാണ് ഒരു പ്രത്യേകത. ഇവിടെ ഒരു ഫാമിലി ലിവിങ് ഉണ്ടേ. ഫാമിലി ലിവിങ് എന്ന് പറഞ്ഞാൽ ഞാൻ ആദ്യം തന്നെ തീരുമാനിച്ചിരുന്നു
പല വീട്ടിലും ചെല്ലുമ്പോഴത്തേക്കും ഒന്നീ കാരണവന്മാർ വാർത്ത കണ്ടുകൊണ്ടിരിക്കും, പിള്ളേർ കാർട്ടൂൺ കണ്ടുകൊണ്ടിരിക്കും. ഇവിടെ അതൊന്നും വേണ്ട, ടി വി കാണേണ്ടവർക്ക് മുകളിലോട്ട് വരാം. അതിനായിട്ടാണ് ഇവിടെ നമ്മൾ സോഫ സെറ്റ് ചെയ്തിരിക്കുന്നത്. അത് ഇതിൻ്റെ കളറിനോട് സമാനമായിട്ടുള്ള ആ ഒരു എപ്പോക്സി സെൻറ്റർ ടേബിൾ കൊടുത്തിരിക്കുന്നു. അതുപോലെ തന്നെ അത് റഗ് ഓൾറെഡി ഇവിടെ ഗ്രീൻ കളർ അത് തന്നെ അവിടെയും കൊടുത്തിരിക്കുന്നു. ഈ ഒരു ഏരിയ ഫുള്ളായിട്ട് MS പ്ലസ് WPC വെച്ച് ചെയ്തിരിക്കുന്ന ആ ഒരു ടി വി യൂണിറ്റ് നമ്മുടെ സ്പെക്ട്ര ഡെക്കോറിൻ്റെ അതിഗംഭീരമായ വർക്കാണ്. ഞാൻ പറയുന്നത് ഇങ്ങനെ വേണം, ഈ സാധനമാണ് എനിക്ക് വേണ്ടത്, അങ്ങനെ അത് വൃത്തിയായിട്ട് ചെയ്തിരിക്കുന്നു. ഇവിടെ ഞാനെടുത്ത ഏറ്റവും വലിയ തീരുമാനം ഫോൾ സീലിംഗ് വേണ്ട എന്നുള്ളതാണ്. 11.5 അടി ഹൈറ്റിലാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. നേരത്തെ തന്നെ എക്സിക്യൂട്ട് ചെയ്ത് കാരണം കറക്റ്റായിട്ട് നമ്മൾ ഇലക്ട്രിക്കൽ പോയിന്റ് ഇട്ട് പോയിട്ടുണ്ട്. ഫോൾ സീലിംഗ് ഇല്ല നമ്മുടെ വീടുകൾ സൂപ്പറായിട്ട് ചെയ്യാൻ സാധിക്കും. ഈ ബാൽക്കണി ചെയ്യണമെന്ന് ചോദിച്ചവരോട് ഞാനൊരു കാര്യം പറയാവേ, നിങ്ങൾ ഉപയോഗിക്കുകയല്ലെന്നുണ്ടെങ്കിൽ ഇത് ചെയ്യരുത്. നിങ്ങളുടെ സ്ക്വയർ ഫീറ്റിൽ അത്രയും കൂടും, അത്രയും ചിലവും കൂടും. ബാൽക്കണി ഇവിടെ നമ്മൾ ഇരുന്ന് ഞാൻ എൻ്റെ ചിലപ്പോൾ എഡിറ്റൊക്കെ ചെയ്യുന്നതും പിന്നെ എന്തെങ്കിലുമൊക്കെ ബുക്സ് വായിക്കുന്നത് വീഡിയോ കാണുന്നതൊക്കെ ഇവിടെ ഇരുന്നിട്ടാണ്. അതിനായിട്ടാണ് ഈ ഒരു സാധനം. ഇത് ഞാൻ റോയൽ ഓക്കിൽ നിന്ന് മേടിച്ചാൽ ഇവിടെ കൊണ്ടുവന്ന് ഇട്ടിരിക്കുന്നത്. ഇത് പുറത്തു വിടാം കേട്ടോ. അതിന് അങ്ങനെ ഒരു ബാൽക്കണി ഇവിടെ ചെയ്തിരിക്കുന്നത്. വീതി നോക്കിക്കഴിഞ്ഞാൽ വലിയ വീതിയൊന്നുമില്ല, മൊത്തം 9 അടി നീളത്തിലുള്ള ഒരു ബാൽക്കണിയാണ് വന്നിരിക്കുന്നത്. അങ്ങനെ ഒരു ബാൽക്കണി ഇവിടെ ഉള്ളിൽ കൊടുത്തിരിക്കുന്നു. നമ്മൾ താഴെ നിന്ന് കണ്ടില്ലേ ആ ഒരു പർഗോള, അതാണിത്. കഴിഞ്ഞ ദിവസം കഴുകിയതാണ്. കഴുകി കഴിഞ്ഞപ്പോൾ അതിൻ്റെ പായൽ പൂർണ്ണമായിട്ട് മാറിയതാണ് നിങ്ങൾ കാണുന്നത്. വർഷത്തിലൊരിക്കലോ 6 മാസത്തിലൊരിക്കലോ ഗ്ലാസ് വെച്ചാൽ നിങ്ങൾ കഴുകണം. അങ്ങനെ ഗ്ലാസ് വെച്ചാൽ 6 മാസത്തിലൊരിക്കൽ കഴുകിയാൽ മതിയാവും, അത് നന്നായിരിക്കും. മൂന്നാമത്തെ ബെഡ്റൂം ഇതാണ്. മൂന്നാമത്തെ ബെഡ്റൂം എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ താഴെ കണ്ട അതേ ബെഡ്റൂം സൈസ് തന്നെ, അതായത് 400-372 സൈസിൽ അതേ അലൈൻമെൻറ്റാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. 2 സൈഡിൽ ഈ പറഞ്ഞ പോലെ ജനാലകൾ, ഇവിടെ നമ്മുടെ WPCയിലെ ബെഡ് കോട്ട് ചെയ്തിരിക്കുന്നു. ഒരു സൈഡിൽ സൈഡ് ടേബിൾ കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഇവിടെ വരുമ്പോഴത്തേക്കും നമ്മുടെ സൈചേട്ടൻ ചെയ്ത അന്ന വിൻഡോസ് ആൻഡ് കർട്ടൻസിൻ്റെ ഫുൾ ഹൈറ്റ് ചെയ്തിരിക്കുന്ന കർട്ടൻ വിത്ത് ഷിയറാണ് വന്നിരിക്കുന്നത്. ഇവിടെ നമ്മൾ WPCയുടെ എന്താ പറയുക ആ ഒരു വാർഡ്രോബ് വിത്ത് വർക്കിംഗ് ഏരിയ കൊടുത്തിരിക്കുന്നത്. താഴെ നമ്മൾ ഈ ഒരു ഓപ്പണിങ് ആ ഒരു ഓപ്പൺ ലഡ്ജസ് ഇല്ലായിരുന്നു, ഇവിടെ നമ്മൾ ഓപ്പൺ ലഡ്ജസ് കൊടുത്ത് ചെയ്തിട്ടുണ്ടോ എന്നല്ലാതെ വ്യത്യാസമൊന്നുമില്ല. കളറ് ഗ്രീൻ ഗ്രേ ആണ് വന്നിരിക്കുന്നത്. ഒരു റൂമിൽ ഗ്രീൻ ഗ്രേ ആണെന്നുണ്ടെങ്കിൽ അടുത്ത റൂമിൽ ഗ്രേ ഗ്രീൻ, അതായത് നേരെ റിവേഴ്സ് ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് അന്നത്തെ വീഡിയോയിൽ നിങ്ങൾ മനസ്സിലായിട്ടുണ്ടാവും. ഇനി നമുക്ക് ഇവിടെ ഒരു ബാൽക്കണി ഉണ്ട്, ഇവിടെയാണ്. അതായത് 3.5 അടി വീതി, 13 അടി നീളം. ഇവിടെയും ഇരിക്കാൻ പാകത്തിന് രാത്രിയിലൊക്കെ നമുക്ക് വന്നിരിക്കും. ഇതൊരു ഗസ്റ്റ് ബെഡ്റൂമാണ്, അതുകൊണ്ട് തന്നെ ഈ ഒരു ബാൽക്കണി നമ്മൾ അങ്ങനെ ഒക്കേഷനിൽ യൂസ് ചെയ്യാറുണ്ട്, യൂസ് ചെയ്യണം എന്നുള്ള ബോധത്തോടെ യൂസ് ചെയ്യാറുണ്ട്. ഇതൊക്കെ നമുക്ക് വേണ്ട എന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് ഒഴിവാക്കാം. കാര്യം ബാൽക്കണികൾ യൂസ് ചെയ്യാത്ത ബാൽക്കണികളുള്ള വീട്ടുകാരെ അധികം. അങ്ങനെയുള്ള ഒഴിവാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ഗുണം? അത് സ്ക്വയർ ഫീറ്റ് കുറയും, റേറ്റും കുറയും. ഞാൻ എടുത്ത ഏറ്റവും നല്ല തീരുമാനങ്ങളിൽ ഒന്ന് ഡ്രസ്സിംഗ് ഏരിയ സെപ്പറേറ്റ് ആയിട്ട് ചെയ്യുക എന്നുള്ളതായിരുന്നു. എല്ലാ റൂമുകളിലും ആ ഡ്രസ്സിംഗ് ഏരിയ സെപ്പറേറ്റ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഉണ്ടൊരു ബാത്റൂം അറ്റാച്ച്ഡ്, അത് ഞാൻ കാണിക്കുന്നില്ല. ഇവിടെ കോമൺ ബാത്റൂം ഇല്ല. കാര്യം ഞങ്ങൾ ഈ പറഞ്ഞ പോലെ വരുന്ന ആൾക്കാർക്ക് യൂസ് ചെയ്യാനായിട്ട് റൂമിൻ്റെ ബാത്റൂമാണ് കൊടുക്കുന്നത്. അങ്ങനെയുള്ളവരാണ് കൂടുതൽ വരുന്നത്, അതുകൊണ്ട് കോമൺ ബാത്റൂം ഇല്ല. ഈ ആദ്യം കാണിച്ച അതേ ബാത്റൂമിൻ്റെ സൈസും വിട്ടും ഹൈറ്റും തന്നെയാണ് ബാക്കി 2 ബാത്റൂമിന്. അതായത് 3 ബാത്റൂമിന് ഒരേപോലെയാണ് സൈസും വിട്ടും ലെങ്തും ഹൈറ്റും എല്ലാം. അതുകൊണ്ടാണ് സെപ്പറേറ്റ് ഓരോന്ന് കയറി കാണിക്കാത്തത്. സെറയുടെ WC അതുപോലെ ഗബ്രിറ്റിൻ്റെ ടാങ്കുമാണ് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത്. അത് ആണ് നമ്മൾ എല്ലായിടത്തും യൂസ് ചെയ്തിരിക്കുന്നത്. അതിനായിട്ട് എക്സ്ട്രാ പ്രൊജക്റ്റ് ചെയ്തിട്ടുള്ള വോളാണ് എടുത്തിരിക്കുന്നത്. അങ്ങനെ ചെയ്തിരിക്കുന്നതാണ് എല്ലാ ബാത്റൂംസും. പിന്നെ പറയേണ്ടതൊന്ന് ഇവിടെ ഒരു ജിമ്മ് കൂടി ഉണ്ട്. ഇതിൽ എടുത്ത് പറയേണ്ടതിന് പുറത്തോട്ട് ഇറങ്ങുന്നതും മെയിൻ ഡോറും, അതായത് അകത്തോട്ട് കയറുന്നതും പുറത്തോട്ട് ഇറങ്ങുന്നതുമായ ഡോറെല്ലാം സ്റ്റീൽ ഡോറാണ് ചെയ്തിരിക്കുന്നത്. ഹവായിയുടെ ഡോറാണ് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത്. ഹവായി സ്റ്റോറിലെ സ്റ്റീൽ ഡോർസാണ് എല്ലാം യൂസ് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ ഹൈറ്റൊക്കെ വന്നത് ഈ പറഞ്ഞ പോലെ 80 എന്ന് പറയുന്ന ഇതും എന്താ പറയുന്നത് വിട്ടും അതുപോലെ തന്നെ 180 സെൻറ്റിമീറ്റർ ഉയരമാണ്. ഈ FRP ഡോറുകൾ, ഈ കാണുന്ന FRP ഡോറുകളും ഹവായിയുടേതാണ്. അവർ കസ്റ്റമൈസ് ചെയ്ത ഡോറുകളാണ് ഇതെല്ലാം കേട്ടോ. കളറ് നമ്മൾ പറഞ്ഞ് ഹൈറ്റ് 250 സെൻറ്റിമീറ്ററിൽ കസ്റ്റമൈസ് ചെയ്താണ്. മെയിൻ ഡോറും ചെയ്തിരിക്കുന്ന ഹവായി തന്നെയാണ്. അപ്പോൾ അങ്ങനെ സ്റ്റീൽ ഡോറും നമ്മുടെ ഇൻറ്റീരിയർ ഡോറെല്ലാം ഹവായിയുടേതാണ്. എനിക്കിത് എന്നാ പറയുന്നത് വേണ്ട എന്ന് തോന്നിയിട്ടുള്ള ഫൈക്കസ് അകത്ത് വെക്കേണ്ടെന്ന് തോന്നി. എപ്പോക്സി ചെയ്ത സമയത്ത് ഡാർക്ക് കളർ എപ്പോക്സി നടുക്ക് ഇവിടുത്തെ കണ്ടില്ലേ എപ്പോക്സി ഗ്രേ അതുപോലെ കിടക്കുന്നുണ്ട്. കാര്യം അത്ര ട്രാഫിക് ഏരിയ ഇല്ല. മറ്റേന്ന് പറയുന്നത് നിരന്തരം നമ്മൾ നടക്കുന്ന സ്ഥലമാണ്. അവിടെയൊക്കെ നമ്മൾക്ക് ഡാർക്ക് കളർ ഉപയോഗിക്കാമെന്ന് തോന്നി. പിന്നെ ഈ പറഞ്ഞ പോലെ കിച്ചണിലെ കൗണ്ടർ ടോപ്പുകളെ കുറിച്ച് പലരും ജെന്യൂൻ ആയിട്ടുള്ള റിവ്യൂ ചോദിച്ചിരുന്നു. നല്ല പ്രോഡക്റ്റാണ്, ഒരു കുഴപ്പമില്ല. ഫുൾ ബോഡി പെട്രിഫൈഡ് ടൈലുകൾ യൂസ് ചെയ്യാം, പക്ഷേ നല്ലോണം മെയിൻറ്റെയിൻ ചെയ്യേണ്ടിയിരിക്കുന്നു. നിങ്ങൾ ഹാർഡ് യൂസാണ് മെയിൻറ്റെയിൻ ചെയ്യാനൊക്കെ അലസരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഗ്രാനൈറ്റിലേക്ക് പോവുക, ഗ്രാനൈറ്റ് തന്നെ എടുക്കുക. അതാണ് ഏറ്റവും ബെസ്റ്റ് മെറ്റീരിയൽ എന്ന് ഞാൻ പറയും. ഫുൾ ബോഡി പെട്രിഫൈഡ് ടൈലിനേക്കാൾ അതാണ് ബെസ്റ്റ്. കുറച്ച് റഫ് യൂസിന് നമുക്ക് ഉപയോഗിക്കാം, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല ടൈൽ ഉപയോഗിച്ചത് കൊണ്ട്. ബാക്കിയെല്ലാം ഞാൻ പറഞ്ഞ പോലെ നമുക്ക് അടിപൊളിയായിട്ട് തന്നെ വന്നിട്ടുണ്ട്. ഫാമിലി ഉണ്ട് കേട്ടോ, അവരുടെ അഭിപ്രായം നമുക്ക് എടുക്കാം, എന്നിട്ട് ഞാനത് അവസാനിപ്പിക്കാം. എൻ്റെ അടുത്ത് കഴിഞ്ഞ ദിവസം ഒരാൾ സബ്സ്ക്രൈബർ ചോദിച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ ഫുഡ് ആൻഡ് ഹോബിന്റെ ജെനുവിൻ റിവ്യൂ അങ്ങനെ ഉണ്ടാകുന്ന ഉപയോഗിച്ചിട്ട്. നല്ല പിന്നെ ഒരു കാര്യമുണ്ട്, അത് ബാറ്ററി കുറെ കഴിയുമ്പോൾ തീരും.
നമുക്ക് ഒരു പ്രാവശ്യം ഇങ്ങനെ ഒരു വർഷത്തോളം ഒരു വർഷം കഴിഞ്ഞിട്ടാ അപ്പൊ നമുക്ക് ഇത് എന്താ വർക്ക് ചെയ്യാത്തതെന്ന് ഓർത്ത് നമ്മളവരെ വിളിച്ചപ്പോഴാണ് മനസ്സിലായത് ബാറ്ററി തീരുമായിരുന്നു. ബാറ്ററി മാറ്റിയിട്ടപ്പം നല്ല സ്പീഡ് വർക്ക് ചെയ്യാൻ തുടങ്ങി. നമുക്കത് അറിയത്തില്ലായിരുന്നു ബാറ്ററി തീർന്നുകൊണ്ടാ നമ്മൾ ഓർത്ത് എന്താ കംപ്ലൈന്റ് ആണ്. അങ്ങനെ ഒരു പറഞ്ഞത് ഞാൻ പറഞ്ഞായിരുന്നു, അത് അവർ മാറ്റി തന്നല്ലോ. പക്ഷെ അവരുടെ സർവീസ് അവര് വർഷത്തിൽ 3 പ്രാവശ്യം നമുക്കൊന്ന് സർവീസ് ചെയ്തു. ഒരു പ്രാവശ്യം ബർണർ വളഞ്ഞപ്പോഴും പിന്നെ ബാറ്ററി പ്രശ്നം വന്നപ്പോ ഒരിക്കലും ബാറ്ററി പ്രശ്നം എന്ന് പറയാൻ പറ്റത്തില്ല. ബാറ്ററി നമ്മൾ സ്ഥിരം ഉപയോഗിക്കുന്ന സാധനത്തിൽ ബാറ്ററി തീരുമല്ലോ, അത് അങ്ങനെയാണ്. നമുക്കത് വന്നു കഴിഞ്ഞപ്പോഴാണ് ബാറ്ററി തീർന്നെന്ന് കൂടി അറിഞ്ഞത്. അങ്ങനെ അത് ശ്രദ്ധിച്ചാൽ മതി. പക്ഷെ സർവീസ് അങ്ങനെ ഉണ്ടായിരുന്നു, നല്ലായിരുന്നു. വിളിക്കും വന്നു തന്നെ അവര് വരും. അതെന്റെ പല ആൾക്കാരും പറഞ്ഞു, ഞാനായതുകൊണ്ട് വന്നതല്ല, എന്റെ പല ആൾക്കാരും പറഞ്ഞവർ ഓടി വരും എന്നുള്ളതാണ്. ഇപ്പൊ ഒരുപാട് ബ്രാൻഡ്സ് ഉണ്ട് കേട്ടോ, നിങ്ങൾ സർവീസ് നല്ല ബ്രാൻഡ്സ് നോക്കി എടുക്കുക. പിന്നെ എന്താ പറയാനുള്ളത്, നമ്മുടെ ഓൾ ഓവർ എങ്ങനെയുണ്ട് മൊത്തത്തിൽ നന്ദുകൂട്ടം? അടിപൊളിയായി. ഇപ്പൊ ഇങ്ങനെ പുറത്തു പോയിട്ട് വീട്ടിലോട്ട് കയറി വരുമ്പം ഒരു പ്രത്യേകത നല്ല സംഗതി ഉണ്ടോ? മണ്ണില് കാട് വളരുന്ന അങ്ങനെയുണ്ട്? അയ്യോ കുറച്ച് കൂടുതലാ, ഭയങ്കര സ്പീഡിലാ വളരുന്നത്. ഞങ്ങൾ 2 മാസം കൂടുമ്പോഴാണ് ഇത് വൃത്തിയാക്കി. ഇപ്പം ഞങ്ങള് വൃത്തിയാക്കിയിട്ട് 5 ദിവസമായോ? ഇല്ല, 5 ദിവസം പോലും ആയില്ല. ഇപ്പൊ ലാസ്റ്റ് ഞങ്ങള് വൃത്തിയാക്കിയിട്ട് അത്രത്തോളം ആർത്ത് കയറുവാണ്. അത് ശരിയാ, മെയിൻറ്റെയിൻ ചെയ്യേണ്ടതാണ്, വേറെ ഒന്നുമില്ല. ബാക്കിയെല്ലാം ഓക്കെ അല്ലേ? ഹാപ്പി അല്ലേ? എപ്പോഴും ഞാൻ എന്റെ വീടിന്റെ വീഡിയോ 1 വർഷം കഴിഞ്ഞെടുക്കാനായിട്ടുള്ള റീസൺ, ഇതിന് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നതെല്ലാം തന്നെ ഞാൻ വീഡിയോ എടുത്തിട്ടുള്ള പ്രൊഡക്റ്റുകൾ മാത്രമാണ്, പ്രൊഡക്റ്റുകൾ തന്നെയാണ്. അതിൽ കട്ട ഉൾപ്പെടെ എംബ്രിക് എന്ന് പറയുന്ന കട്ട, അതിനുശേഷം പ്ലാസ്റ്ററിങ്, ജിപ്സം പ്ലാസ്റ്ററിങ്, ദെൻ നമ്മൾ ചെയ്ത പെയിന്റ് ആപെക്സ് എൻഡ്യൂറ, ഉപയോഗിച്ചിരിക്കുന്ന ടൈല് ഞാൻ വീഡിയോ ചെയ്ത കമ്പനിയുടെ, ഞാനിപ്പോൾ ഇരിക്കുന്നത് ഡെമോസിൻ്റെത്, അതുപോലെ ഇന്റീരിയർ ചെയ്ത സ്പെക്ട്ര ഡെക്കോർ, നമ്മുടെ വീട് ചെയ്തത് കൃഷ്ണകുമാറിന്റെ ഒറാൻസായി ബിൽഡേഴ്സ്. എല്ലാവരും നമ്മളുമായിട്ട് ഒത്തിരി അടുത്ത് നിൽക്കുന്നവരാണ്, ഫാമിലി പോലെയാ, എല്ലാവരും ഫാമിലി പോലെയാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു വർഷത്തിന് ശേഷമുള്ള വിശേഷം എന്ന് പറയുന്നത്. കോൺടെമ്പററി ഹൗസസ് ചെയ്യുമ്പോഴത്തേക്ക് അത് ചെയ്യാമോ എന്ന ആൾക്കാർ പലരും ചോദിക്കും. ഒരുപാട് എഞ്ചിനീയേഴ്സ്, ഒരുപാട് ആർക്കിടെക്ട്സ് ഇപ്പോൾ ഒത്തിരി ആൾക്കാർ ഇങ്ങനത്തെ ചെയ്യുന്നുണ്ട്. എഞ്ചിനീയേഴ്സ്, പഴയ ആൾക്കാർ, കോൺട്രാക്ടേഴ്സ് പ്രത്യേകിച്ച് ഈ കോൺടെമ്പററി ഡിസൈനെ ആരും തന്നെ പ്രോത്സാഹിപ്പിക്കത്തില്ല. പക്ഷെ അത് ചെയ്യാൻ താല്പര്യമുള്ളവർ ഉറപ്പായിട്ടും ചെയ്യുക. പക്ഷെ ചെയ്യുമ്പോൾ ഇതുപോലുള്ള വാട്ടർ പ്രൂഫ് പെയിന്റുകൾ നിങ്ങൾ യൂസ് ചെയ്യുക. ഞാൻ ഇവിടെ ഒരു മസ്റ്റായിട്ട് പറഞ്ഞത് വാട്ടർ പ്രൂഫിങ്ങും അതുപോലെ തന്നെ ടെർമൈറ്റ് പ്രൂഫിങ്ങും ആണ്. നമ്മുടെ വീടിനകത്ത് ചെതലുണ്ടോ? ഇല്ല. പക്ഷെ പുറത്തോ? സൈഡിൽ, ആ കച്ചയുടെ സൈഡിൽ എല്ലാം ചെതലാണ്. അപ്പൊ ഇത് മസ്റ്റാണ്. പിന്നെ നമ്മൾ കോണ്ടംപററി ഡിസൈൻ ഞാൻ വീണ്ടും എടുത്തു പറയട്ടെ, നിങ്ങൾക്ക് ധൈര്യമായിട്ട് ചെയ്യാം, ഒരു കുഴപ്പമില്ല. പക്ഷെ നിങ്ങൾ ഉപയോഗിക്കേണ്ട പെയിന്റുകൾ അതുപോലുള്ള പെയിന്റ് മാത്രം യൂസ് ചെയ്യുക. WPM 310 അതാണ് ആർബാക്സ് എൻഡ്യൂറയുടെ പെയിന്റിന്റെ ആ ഒരു എന്താ പറയുക സ്പെസിഫിക്കേഷൻ. ആ പെയിന്റിൽ വരുന്ന ഏത് കമ്പനിയുടെ പെയിന്റ്, എനിക്കൊന്ന് ജോട്ടൺ ഒക്കെ അതുണ്ടോന്ന് വിചാരിക്കുന്നു. അങ്ങനെയുള്ള കുറച്ച് ഇന്റർനാഷണൽ ബ്രാൻഡുകൾക്കുണ്ട്. അത് വെച്ച് നിങ്ങൾക്ക് ചെയ്തു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള വീടുകൾ അടിപൊളിയായിട്ടിരിക്കും, അല്ലെ? ഒരു പാല് പോലും പിടിക്കാതെ. ഇനിയിപ്പോ ചെളികൾ വീണ് കഴിഞ്ഞാൽ നമ്മുടെ ആ സ്വിച്ച് ഉള്ളിടത്ത് ചെളി ഉണ്ടായിരുന്നു, അതൊക്കെ നമ്മൾ തുടയ്ക്കാൻ നമ്മൾ വാഷ് ചെയ്ത് അങ്ങനെ വാഷബിൾ ആയിട്ടുള്ള പെയിന്റുകൾ യൂസ് ചെയ്യും. കൈ പിടിക്കുന്ന സ്ഥലമൊക്കെ അല്ലേ, അപ്പം സ്വാഭാവികമായിട്ടും ചെളി. പിന്നെ ഞാൻ പറയാൻ പറ്റുന്നത് ഫൈബ്രോസിന്റെ സ്വിച്ച് ആയിരുന്നു. നമ്മളിവിടെ ഓട്ടോമേഷൻ ഫുൾ ചെയ്ത് ക്യാൻഡിൽ ഓട്ടോമേഷൻ ആയിരുന്നു. ക്യാൻഡിൽ എഞ്ചിനീയറിംഗ് ഇവിടെ വർക്ക് ചെയ്തിട്ടുണ്ട്. അവരുടെ ടച്ച് സ്വിച്ചസ്, സ്മാർട്ട് സ്വിച്ചസ് ആണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. നന്ദകുട്ടൻ അന്നത്തെ വീഡിയോയിൽ എനിക്ക് തോന്നുന്നു കുറച്ചുകൂടെ ചെറുതായിരുന്നു. അന്നത്തെ വീഡിയോ എടുത്ത് നോക്കുമ്പോൾ നല്ല ചെറുതാണ്. ഇന്ന് ആള് കുറച്ചുകൂടെ വളർന്നു, 7ാം ക്ലാസ്സിലായി. വൈഫ് എന്റെ കൂടത്തിൽ തന്നെ ഇപ്പോഴും ഉണ്ട്. മീൻസ് പോയിട്ടെന്നല്ല, എന്റെ കൂടെ വർക്കിലുണ്ടെന്നാ ഉദ്ദേശിച്ചത്. അപ്പൊ ഞങ്ങൾക്ക് കൂടെ പറയാം. ചിരിക്കാതെ ഇത് പറഞ്ഞു നിർത്തിക്കോ. ഓക്കെ, വീണ്ടും കാണാം മറ്റൊരു അടിപൊളി വീഡിയോ. ഇത് പേഴ്സണലാണ്, ആനന്ദം എപ്പോഴും പേഴ്സണലാണ്. ആനന്ദം എപ്പോഴും നിങ്ങൾക്കും ആയിരിക്കട്ടെ. നിങ്ങൾക്ക് എല്ലാവർക്കും നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾ പണിയാൻ സാധിക്കട്ടെ. ആനന്ദമായിരിക്കട്ടെ, ആനന്ദത്തോടാനന്ദം. അപ്പോൾ ബൈ.